ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ അടുത്ത റിവിഷൻ ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. നമ്മൾ റിവിഷൻ സീരീസ് എന്നൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ ക്ലാസ്സുകളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുക. ഓരോ ക്ലാസ്സുകളും അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. കാണാത്തവരെ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ റിവിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല, നല്ല രീതിയിൽ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ ക്ലാസ്സുകളിലും ഞാൻ പറയുന്നുണ്ട് അവസാന ദിവസങ്ങളാണ്, പറ്റുന്ന അത്രയും റിവിഷന് സമയം കൊടുക്കുക. ഇത്ര കാലം ഒരുപാട് പഠിച്ചെടുത്തില്ലേ, ഈ കാര്യങ്ങൾ പെർഫെക്റ്റ് ആക്കണ്ടേ. അപ്പോൾ ഈ പഠിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ സെറ്റ് ആക്കി വെക്കുക, നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് പെർഫെക്റ്റ് ആക്കുക. ഓക്കെ, പല പഠിച്ച ഭാഗങ്ങളും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടാവില്ല, അത് ഓർമ്മയിൽ നിൽക്കുന്നുണ്ടാവില്ല. അതൊക്കെ നല്ല രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് സെറ്റ് ആക്കി വെക്കുക. ഓരോ പഠിച്ച ഭാഗത്തു നിന്നുള്ള മാർക്ക് ഒരിക്കലും പോകരുത്. നമുക്ക് എക്സാം കഴിഞ്ഞാൽ വളരെയേറെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പഠിച്ച ഭാഗങ്ങളിൽ നിന്ന് തന്നെ നെഗറ്റീവ് മാർക്ക് വന്നതും അല്ലെങ്കിൽ സംശയം വന്ന് തെറ്റിപ്പോകുന്നതൊക്കെ. അപ്പോൾ പഠിച്ച ഭാഗങ്ങൾ നല്ല രീതിയിൽ സെറ്റാക്കി വെക്കുക. ഞാൻ വീണ്ടും പറയുന്നു, നല്ല രീതിയിൽ റിവിഷന് പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, ടെൻഷൻ അടിക്കാനൊന്നും നിൽക്കണ്ട. ഈ അവസാന സമയത്ത് ഇനി ഞാൻ പഠിച്ചാൽ തീരുമോ, അങ്ങനെയൊക്കെ പല ടെൻഷൻ ഉണ്ടാകും. പഠിച്ചിടത്തോളം മതി. ഇത്രയും കാര്യങ്ങൾ പഠിച്ചില്ല, ഈ പഠിച്ച കാര്യങ്ങൾ സെറ്റാക്കി കൂടെ. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പഠിച്ചാൽ എനിക്ക് കിട്ടുമോ, ഇനി ഞാൻ എക്സാം എഴുതി എനിക്ക് കിട്ടൂല, അങ്ങനെ ഒന്നും പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട. ഇത്ര കാലം കഷ്ടപ്പെട്ടതല്ലേ, അപ്പോൾ ടെൻഷൻ അടിച്ച് ഇതെല്ലാം കൊണ്ടുപോയി കളയാൻ നിൽക്കണ്ട. നല്ല രീതിയിൽ ടെൻഷനൊക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ നല്ല സമാധാനത്തോടെ നല്ല ഹാപ്പി ആയിരുന്നു പഠിക്കുക. നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനാണ് ഇനി പ്രാധാന്യം. ഇത്ര കാലം നല്ല രീതിയിൽ തന്നെ പഠിച്ചില്ല, ഇനി നല്ല രീതിയിൽ ഒന്ന് അറ്റൻഡ് കൂടെ ചെയ്തുകൂടെ. ഓക്കെ, അപ്പോൾ ഇത്ര കാലം കഷ്ടപ്പെട്ടത് വെറുതെ കൊണ്ടുപോയി കളയരുത്. നല്ല രീതിയിൽ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്കറിയാം നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നത് നിങ്ങൾക്കറിയാം. അപ്പം നല്ല രീതിയിൽ ഈ കഷ്ടപ്പാടിനെ വിനിയോഗിക്കുക. ഓക്കെ, ഇത്ര കാലം കഷ്ടപ്പെട്ടത്, ഇതിനൊരു നല്ല റിസൾട്ട് കൂടി ഉണ്ടാവണ്ടേ, അതിന് നിങ്ങൾക്ക് എക്സാമിനും നല്ല പ്രാധാന്യം നിങ്ങൾ കൊടുക്കണം. ആ സമയത്ത് ടെൻഷൻ അടിച്ചാൽ നിങ്ങളുടെ എക്സാമിൽ പല നെഗറ്റീവ് മാർക്ക് ഉണ്ടാക്കാനും അത് മീൻസ് അതൊരു ഘടകമാവും. നിങ്ങൾ അത്രയും ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന പല കാര്യങ്ങളും തെറ്റിപ്പോകും. അപ്പോൾ ടെൻഷൻ അടിക്കാതിരിക്കുക, പറ്റുന്ന അത്രയും ഹാപ്പി ആയിട്ട് നല്ല സന്തോഷത്തോടെ പോയി എക്സാം എഴുതുക. കാരണം ഞാൻ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്, ഇനി ഈ പഠിച്ച കാര്യങ്ങൾ ഞാൻ അവിടെ പോയിട്ട് അപ്ലൈ ചെയ്താൽ മതി, അത് അവിടെ പോയിട്ട് നല്ല രീതിയിൽ ഒന്ന് കൊടുക്കാൻ എനിക്ക് സാധിച്ചാൽ മതി. അപ്പോൾ അതിന് നിങ്ങൾ മാക്സിമം ടെൻഷൻ കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ ടെൻഷൻ അടിക്കാനൊന്നും നിൽക്കണ്ട, നിങ്ങൾക്ക് എന്തായാലും കിട്ടും. നിങ്ങൾക്ക് വിധിച്ചത് നിങ്ങളുടെ അടുത്ത് തന്നെ വന്ന് ചേരും, അത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ പറ്റുന്ന അത്രയും ടെൻഷൻ കുറച്ച് ടെൻഷൻ ഫ്രീ ആയി നല്ല രീതിയിൽ പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ഇത്ര കാലം കഷ്ടപ്പെട്ടതല്ലേ, ഈ കഷ്ടപ്പാടിൻ്റെ വില നിങ്ങൾക്കല്ലേ അറിയുള്ളൂ. നിങ്ങൾ കഷ്ടപ്പെട്ടത് വേറെ ആർക്കും അറിയില്ല, നിങ്ങൾക്കറിയില്ലേ. മീൻസ് ഈ കഷ്ടപ്പെടുമ്പോൾ കൂടെ നിൽക്കാൻ ഒരു 10 ആളുകളെ നിങ്ങളുടെ കൂടെ ഉണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങൾ വിജയിച്ച് കഴിഞ്ഞാൽ കൂടെ വരാൻ 1000 ആളുകൾ കാണും. അപ്പോൾ ഈ 1000 ആളുകളെ നിങ്ങളുടെ അടുത്ത് എത്തിക്കണമെങ്കിൽ നിങ്ങൾ ഈ കഷ്ടപ്പാട് ഇപ്പോൾ അവരെ അറിയിക്കാൻ നിൽക്കല്ല, കഷ്ടപ്പാട് ആലോചിച്ച് ടെൻഷൻ അടിക്കല്ല വേണ്ടി, ഈ കഷ്ടപ്പാടിനുള്ള ഫലം നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. ഓക്കെ, കഷ്ടപ്പെടുമ്പോൾ കൂടെ ഉണ്ടാവാൻ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നല്ല രീതിയിൽ ഒരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങളൊരു ഗവൺമെൻറ് ജോലിക്കാരനായി കഴിഞ്ഞാൽ, നിങ്ങളൊരു PSC ഉദ്യോഗസ്ഥനായി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയും, നിങ്ങൾക്കുള്ള വില നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുക. ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുക. നമ്മുടെ ഫാമിലി എത്രത്തോളം സ്റ്റേബിൾ ആവും എന്നതിനെ പറ്റി ചിന്തിക്കുക. നമ്മുടെ സൊസൈറ്റി നമ്മൾ എങ്ങനെ വീക്ഷിക്കും, എങ്ങനെ ഇനി കാണും എന്നതിനെ പറ്റി ചിന്തിക്കുക. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ എന്നുള്ള ഒരു പവർ നിങ്ങൾക്ക് വരുന്നതിനെ പറ്റി ചിന്തിക്കുക. അപ്പോൾ ഈ കഴിഞ്ഞിട്ടുള്ള റിസൾട്ടുകളെ പറ്റി നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങളുടെ ടെൻഷനൊക്കെ പോയി കിട്ടും. ഓക്കെ, അപ്പോൾ മാക്സിമം ഈ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ മാത്രം പറ്റി ചിന്തിക്കുക. അപ്പോൾ നല്ല രീതിയിൽ ഒരു റിസൾട്ട് വരണമെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ പോയിട്ട് അവിടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പോയിട്ട് എക്സാം എഴുതുക. ഇപ്പോഴും പറയുന്നു, ടെൻഷൻ അടിക്കരുത്, നല്ല രീതിയിൽ പോയിട്ട് എക്സാം എഴുതുക. ഒന്ന് ആലോചിച്ച് നോക്കും, നല്ലൊരു ഗവൺമെൻറ് ജോലിക്കാരനൊക്കെ ആയിട്ട് അതിൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കയ്യിലൊക്കെ വന്ന് അത് വീട്ടിൽ കൊണ്ടുപോയി അച്ഛനെയും അമ്മയൊക്കെ കാണിക്കുമ്പോൾ ഒരു സന്തോഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്ക്, അതാവണം നിങ്ങളുടെ ലക്ഷ്യം. അല്ലാതെ നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ടുള്ളത് കൊളാക്കല്ലേ വേണ്ടത്. അപ്പോൾ ഈ ലക്ഷ്യത്തിന് വേണ്ടി ഇനി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുക. അവസാന റിവിഷനൊക്കെ നല്ല രീതിയിൽ സെറ്റാക്കുക, നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യുക. പറ്റുന്നത്ര PYQ ഒക്കെ അറ്റൻഡ് ചെയ്ത് നോക്കുക. എങ്ങനെയാണ് എക്സാമുകൾ വരുന്നതെന്നൊന്ന് മനസ്സിലാക്കി നോക്കി. ഇതുവരെയും എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് നോക്ക്. ഏത് രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നു എന്ന് മനസ്സിലാക്കുക. പിന്നെ അവിടെ പോയി ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ലോജിക്കില്ലാതെ പോകും. ലോജിക്കലി അറ്റൻഡ് ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ വരില്ല. നമുക്ക് സിമ്പിളായിട്ട് അറിയുന്ന ആൻസറുകൾ നമ്മൾ തെറ്റിച്ചു പോകും. അപ്പോൾ മാക്സിമം ഞാൻ എപ്പോഴും പറയുന്നു, ടെൻഷൻ കുറക്ക്, റിവിഷൻ ചെയ്യും, നല്ല രീതിയിൽ റിവിഷൻ ചെയ്ത് മോട്ടിവേറ്റ് ആക്കുക. നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ആക്കുക നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങൾ നല്ല രീതിയിൽ റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആവും. ഇത്രയും ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളുടെ മനസ്സ് പറയും. ഓക്കെ, അപ്പോൾ പറ്റുന്ന അത്രയും റിവൈസ് ചെയ്ത് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആക്കി വെക്കുക. നല്ല രീതിയിൽ പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്നത്, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എന്തായാലും നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്കേ കിട്ടും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ആ കഷ്ടപ്പാടിനുള്ള ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും, നിങ്ങൾക്കേ കിട്ടും. എനിക്ക് കിട്ടും എന്ന വിശ്വാസത്തോടെ നിങ്ങൾ പോയി എഴുതി, എനിക്ക് കിട്ടും. വേറെ ആളെയും ബോധിപ്പിക്കാനൊന്നുമില്ലല്ലോ. ഞാൻ ഇന്ന് എക്സാം എഴുതി, ആ എക്സാം അങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു എവിടെയും പോയി പറയേണ്ട കാര്യമില്ല. എനിക്ക് ഈ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക. എന്താണ്, എനിക്ക് ഈ എക്സാം എന്തായാലും കിട്ടും. ഈ കിട്ടില്ല എന്നുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോഴാണ് മൈൻഡ് നെഗറ്റീവായി പോകുന്നത്. കിട്ടും എന്ന് മനസ്സിനെ പറഞ്ഞ് ബോധിപ്പിക്കുക. നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എക്സാമുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇപ്പോൾ നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാപ്പബിൾ ആണ്. ഓക്കെ,
ഓക്കെ. അപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുക. നിങ്ങൾ എന്തായാലും ഈ എക്സാം നേടും. ഓക്കെ. ഇതിലെന്തായാലും നിങ്ങൾക്ക് ഒരു റാങ്ക് ഉണ്ടാവും. ആദ്യത്തെ 100 റാങ്കിലോ അല്ലെങ്കിൽ 10 റാങ്കിലോ ഒക്കെ വരാൻ നിങ്ങളെ കൊണ്ട് പറ്റും. ഓക്കെ. എക്സാം കൂടി നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യും. ഓക്കെ. എക്സാമിൻ്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാം. ടെൻഷൻ അടിച്ച് കൊളാക്കരുത്. ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും ഓരോ ക്വസ്റ്റ്യനും നല്ല രീതിയിൽ വായിക്കുക. ഇനി ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ലെങ്കിൽ കൂടി അതിൻ്റെ ഓപ്ഷൻസ് നല്ല രീതിയിൽ വായിക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഓപ്ഷൻ ഞാൻ മുമ്പ് അറിഞ്ഞിട്ടുണ്ട്. ഈ ഓപ്ഷനെ പറ്റി ശ്രീനാരായണ ഗുരുവാണ് ഓപ്ഷനിലുള്ളെങ്കിൽ, അഥവാ നിങ്ങൾ സഹോദരൻ അയ്യപ്പനെ പറ്റി പഠിച്ചിട്ടില്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ പറ്റി ഞാൻ പഠിച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഉത്തരം ശ്രീനാരായണ ഗുരു അല്ല. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞ് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ആ സമയത്ത് നിങ്ങളുടെ ലോജിക്ക് വർക്കാവും. അപ്പം നല്ല രീതിയിൽ നല്ല സമാധാനത്തോടു കൂടി വായിക്കാൻ ശ്രമിക്കും ഓരോ ചോദ്യങ്ങളും. ആദ്യത്തെ 4 ക്വസ്റ്റ്യൻ ടഫ് ആയതുകൊണ്ട് പരീക്ഷ മൊത്തം ടഫ് ആണെന്നല്ല അതിൻ്റെ അർത്ഥം. അത് നിങ്ങളുടെ മൈൻഡിനെ കുഴപ്പിക്കാനുള്ളൊരു സംഭവമാണ്. അപ്പോൾ ആദ്യം കുറച്ച് ടഫ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നെഗറ്റീവ് ആവരുത്. ആദ്യം കുറച്ച് ഈസി ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അധികം പോസിറ്റീവ് ആവരുത്. ഓക്കെ. എക്സാമിൻ്റെ രീതിയിൽ തന്നെ ഫേസ് ചെയ്യാൻ ശ്രമിക്കുക. ടെൻഷനൊക്കെ പറ്റുന്ന അത്രയും വിടും. ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്, സാറേ എക്സാം എടുക്കും തോറും ടെൻഷൻ ആവുന്നു, പഠിച്ച കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല, ഇങ്ങനെയൊക്കെ ടെൻഷൻ അടിക്കും. നിങ്ങളൊന്ന് ഓർത്ത് നോക്കും. നിങ്ങൾ ഈ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് ഇതിൽ നല്ലൊരു റാങ്ക് വാങ്ങി നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ നിങ്ങളുടെ കയ്യിൽ കിട്ടി അത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നതിനെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. അത് മാത്രം മതി നിങ്ങളുടെ മനസ്സിൽ. അതിനുവേണ്ടി ഞാൻ ഇനി എടുക്കാൻ പോകുന്ന അവസാന സ്റ്റെപ്പാണ് ഈ എക്സാം. ഓക്കെ. ഈ എക്സാമാണ് എൻ്റെ അവസാന സ്റ്റെപ്പ്. ഇത്രയും അടികൾ ഞാൻ കയറി വന്നു. ഇനി ഈ അവസാന ഒരു സ്റ്റെപ്പ് കൂടി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. അതിനെപ്പറ്റി മാത്രം ചിന്തിക്കുക. ഓക്കെ. വെറുതെ ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട. ഈ സമയത്ത് നിങ്ങൾക്ക് ടെൻഷൻ അടിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് നെഗറ്റീവ് അല്ലാതെ പോസിറ്റീവായിട്ട് ഒന്നും കിട്ടുന്നില്ലല്ലോ. പിന്നെ എന്തിനാണ് ഈ ടെൻഷൻ വരും. അത് സ്വാഭാവികമാണ്. എക്സാമുമായി ബന്ധപ്പെട്ട് നമുക്ക് ടെൻഷൻ വരും. ഭൂരിഭാഗം ആളുകൾക്കും നന്നായി പഠിച്ചത് കൊണ്ടുള്ള ടെൻഷനാണ്. അപ്പോൾ അതൊന്നും നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ പോസിറ്റീവ് ആക്കുക. ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ടെൻഷൻ വരുന്നത്. അത് നിങ്ങളുടെ മൈൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കുക. ഓക്കെ. നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. നല്ല ലോജിക്കോട് കൂടി അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോഴത്തെ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കണ്ടിട്ടുണ്ടല്ലോ, 1 വേർഡുകൾ അധികം വരുന്നതൊന്നും ആവില്ല. നല്ല ലോജിക്കലി നിങ്ങൾക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പോയി അറ്റൻഡ് ചെയ്യുക. ടെൻഷനൊക്കെ മാക്സിമം കുറയ്ക്കുക. ഓക്കെ. നല്ല രീതിയിൽ മൈൻഡിനെ പറ്റുന്ന അത്രയും റിവിഷന് പ്രാധാന്യം കൊടുക്കുക. ഇങ്ങനെ മനസ്സിൽ ഓരോന്ന് PSCനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക. PSC ജോലി കിട്ടുന്നതിനെ പറ്റി ആലോചിക്കുക. PSCയിലെ ഓരോ ക്വസ്റ്റ്യനുകളെ പറ്റി ആലോചിക്കുക. ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട മറ്റു ക്വസ്റ്റ്യനുകളെ പറ്റി മൈൻഡിൽ തന്നെ ഒരു സർക്കുലേഷൻ നടത്താം. മീൻസ് അതിനിങ്ങനെ ചാടി കളിച്ച് റിവൈസ് ചെയ്യുക. വെറുതെ നിൽക്കുമ്പോഴായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണിയിലായാലും മൈൻഡ് വെറുതെ ഇരിക്കില്ല. അപ്പോൾ മൈൻഡിനെ കളിപ്പിക്കുക. മൈൻഡിനെ പറ്റുന്ന അത്രയും റിവൈസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ മാക്സിമം ഇനിയുള്ള കുറച്ച് ദിവസം PSC എന്ന് മാത്രം PSCയുടെ ഈ പഠിച്ച കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക. നല്ല രീതിയിൽ ശ്രദ്ധ കൊടുത്ത് നല്ല കോൺഫിഡൻസോട് കൂടി പോയി എക്സാം അറ്റൻഡ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് കിട്ടും. വേറെ ആർക്ക് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് കിട്ടും. എനിക്ക് കിട്ടും. വേറുള്ളവർ ഇത്ര പഠിച്ചിട്ടുണ്ട്, അവർ കുറേ പഠിച്ചിട്ടുണ്ട്, അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഞാൻ പഠിച്ചിട്ടുണ്ട്, അതിനുള്ളത് എനിക്ക് കിട്ടും. ഓക്കെ. നിങ്ങളെപ്പോലെ തന്നെയാണ് എല്ലാവരും. അവരൊക്കെ കുറേ പഠിച്ചിട്ടുണ്ട്, ഞാൻ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. എല്ലാവരും ഒരുവിധം ഒരേപോലെയൊക്കെ തന്നെ പഠിച്ചിട്ടുള്ളൂ. നിങ്ങൾ എത്ര പഠിച്ചിട്ടുണ്ടെന്ന് അവർക്കോ അവരെത്ര പഠിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കോ അറിയുന്ന കാര്യമല്ല. ഓക്കെ. അപ്പോൾ കുറേ സമയം അവർ ബുക്ക് പിടിച്ചിരിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് അവർ കുറേ പഠിച്ചു എന്നൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട. അങ്ങനെ കുറേ ആൾക്കാർ കമൻറ്റ് ഇടുന്നുണ്ട് കരുതിയിട്ട് ഇത്രയും ആൾക്കാർ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ നെഗറ്റീവ് ആക്കേണ്ട മൈൻഡിനെ വെറുതെ. നിങ്ങൾ ചിലപ്പോൾ ലോജിക്കലി നല്ല രീതിയിൽ ഏറ്റവും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാവും ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എത്ര പഠിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അവരെത്ര പഠിച്ചു എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. വെറുതെ കമ്പയർ ചെയ്യാൻ നിൽക്കേണ്ട. ആവശ്യമില്ലാത്ത സ്ഥലത്ത് കമ്പയർ ചെയ്യേണ്ട. നിങ്ങളെ തന്നെ നിങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുക. ഇന്നത്തെ എന്നേക്കാൾ നന്നായിട്ട് ഞാൻ നാളെ വർക്ക് ചെയ്യണം എന്ന് നിങ്ങളെ തന്നെ കമ്പയർ ചെയ്യുക. അതിനുവേണ്ടി മത്സരിക്കും. നിങ്ങളോട് മത്സരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും റാങ്കിലെത്തും. ഓരോ ദിവസവും നിങ്ങളോടാണ് നിങ്ങൾ മത്സരിക്കേണ്ടത്. ഓരോ ദിവസവും നിങ്ങളിലാണ് ഇമ്പ്രൂവ്മെൻറ്റ് വരേണ്ടത്. അവരെക്കാൾ ഞാൻ ഇമ്പ്രൂവ് ആവണം എന്നല്ല, നിങ്ങളെക്കാൾ നിങ്ങൾ ഇമ്പ്രൂവ് ആവണം എന്ന് ചിന്തിക്കുക. എന്നേക്കാൾ ഞാൻ ഇമ്പ്രൂവ് ആവണം എന്ന് ചിന്തിച്ച് അതിനു വേണ്ടി വർക്ക് ചെയ്യും. ഓക്കെ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ വിശ്വസിപ്പിക്കുക. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. എനിക്ക് കിട്ടും എന്ന വിശ്വാസം എനിക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കിട്ടും. ഓക്കെ. ബാക്കിയുള്ളവരല്ല നിങ്ങൾക്ക് വന്ന് പറഞ്ഞു തരേണ്ടത്. നിനക്കിത് എന്തായാലും കിട്ടുന്നത് ബാക്കിയുള്ളവരല്ല. നിങ്ങൾ എത്ര പഠിച്ചു എന്നും എന്തൊക്കെ പഠിക്കാതെ വിട്ടുപോകണം അങ്ങനത്തെ പല കാര്യങ്ങളും നിങ്ങൾക്കേ അറിയുള്ളൂ. അപ്പോൾ കിട്ടും എന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് ബോധിപ്പിക്കുക. എനിക്ക് കിട്ടും എന്ന് സ്വയം പറയും. ഞാനിതെന്തായാലും നേടും. ആ ഒരു വിശ്വാസത്തോടു കൂടി പോയി എക്സാം എഴുതും. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അധികം പറഞ്ഞു പോകുന്നില്ല. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ തോന്നുകയാണെങ്കിൽ മാത്രം, ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് മാത്രം തിരഞ്ഞെടുക്കുക. എക്സാമിന് മുമ്പ് അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ശരിയായത് മാത്രം എന്നാണോ തെറ്റായത് മാത്രം എന്നാണോ? പലർക്കും അത് ടെൻഷൻ കൊണ്ട് തെറ്റിപ്പോകുന്നത്. സ്പീഡിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കരുത്. സാവധാനത്തിൽ എന്താണെന്ന് മനസ്സിലാക്കി അറ്റൻഡ് ചെയ്യുക. ഓക്കെ. ശരിയായത് ചോദിച്ചാൽ ശരി ഇട്ട് വെക്കുക.
ശരിയായതിന് ശരിയും തെറ്റായതിന് തെറ്റിട്ട് വെക്കുക. എന്നിട്ട് അവസാനം ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിക്കുക. ശരിയായതാണോ ചോദിച്ചിട്ടുള്ളത്, തെറ്റായതും ഓപ്ഷനിൽ ഉണ്ടാവും, അത് പോയിട്ട് കറുപ്പിക്കരുത്. ശരിയായത് ചോദിച്ചാൽ ശരിയായത് മാത്രം പോയി കറുപ്പിക്കാം. അപ്പോൾ ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ആണോ? ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ അന്തരീക്ഷ പാളി ഏതാണ്? അതെ, ട്രോപ്പോസ്ഫിയർ ആണ്. രണ്ടാമത്തെ എന്താണ്? ഏറ്റവും കുറവ് താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. ഏറ്റവും കുറവ് താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. പഠിച്ച ആളുകൾക്ക് അറിയാം, ചിലപ്പോൾ ആ സമയത്ത് ടെൻഷനായിട്ട് വേഗം പോയി തെറ്റിക്കും. എന്താണ് ഏറ്റവും താപനിലയായിട്ട് ബന്ധപ്പെട്ട് എന്തോ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഏറ്റവും കൂടുതൽ താപനില അല്ലെങ്കിൽ ഏറ്റവും ചൂട് കൂടിയ അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. ഏറ്റവും കുറവ് താപനില എന്ന് പറഞ്ഞാൽ ചൂട് വളരെ കുറവാണ്. അപ്പോൾ മനസ്സിലാക്കി അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അതെന്താണ്? തെറ്റാണ്. ഏറ്റവും ചൂട് കൂടിയതാണ് അല്ലെങ്കിൽ താപനില ഏറ്റവും കൂടുതലുള്ള അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. ഇവിടെ എന്താണ്? ഏറ്റവും കുറവ് അനുഭവപ്പെടുന്ന, അത് തെറ്റാണ്. ഓക്കെ. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് അല്ലേ? രണ്ടാമത്തെ അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ്? ശരിയാണ്. ഇവിടെ ഏതാണ് ശരി? 1ഉം 3ഉം ആണ് ശരി. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. അപ്പോൾ നമുക്ക് അന്തരീക്ഷ പാളികളെ കുറിച്ച് ഒന്ന് നോക്കിയാലോ. അന്തരീക്ഷ പാളികൾ ഏതൊക്കെ അന്തരീക്ഷ പാളികളെ പറ്റി നമുക്കറിയാം. ഏതൊക്കെ ഉണ്ട്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, പിന്നെ ഏതാണ്? എക്സോസ്ഫിയർ അല്ലേ? തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഇനി നമുക്ക് ബോർഡർ ഇട്ടൊന്ന് പഠിച്ചു നോക്കാം. ഇതിൻ്റെ താഴെയാണ് ട്രോപ്പോസ്ഫിയർ വരുന്നത്. ഇത് ട്രോപ്പോസ്ഫിയർ, ഇതിൻ്റെ ഉള്ളിൽ സ്ട്രാറ്റോസ്ഫിയർ, ഇതവിടെ ഏറ്റവും മിസോസ്ഫിയർ, ഇതിവിടെ തെർമോസ്ഫിയർ, ഇവിടെ എക്സോസ്ഫിയർ. ഓക്കെ. ഇനി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇവിടെയാണ് നമ്മുടെ ഭൂമി, കാണുന്നുണ്ടാവുമല്ലോ അല്ലേ? ഇവിടെയാണ് നമ്മുടെ ഭൂമി. ഇതിൻ്റെ ഏറ്റവും അടുത്ത്, ഭൂമിയുടെ ഏറ്റവും അടുത്ത് അല്ലേ, ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന, ഭൗമോപരിതലത്തിന് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാന്ന് ചോദിച്ചാൽ അത് ട്രോപ്പോസ്ഫിയർ ആണ്. ഇതാണ് ട്രോപ്പോസ്ഫിയർ. ഓക്കെ. ട്രോപ്പോസ്ഫിയർ ആണ് ഭൗമോപരിതലത്തിന് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി. അപ്പോൾ ഒരു പോയിന്റ് കിട്ടിയല്ലോ. ഭൂമിക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? അത് ട്രോപ്പോസ്ഫിയർ ആണ്. അതാണ് ട്രോപ്പോസ്ഫിയർ ആണ്. പിന്നെ പോയി ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി പറഞ്ഞുതരാം. ഞാൻ ഈ ബോർഡേഴ്സ് വരച്ചത് നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞുതരാനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഭാഗത്ത് നിൽക്കുന്നതാണ് ട്രോപ്പോസ്ഫിയർ. ഇത് നമ്മുടെ ഭൂമിയോട് അടുത്താണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഭൂമിക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. പിന്നെ ഒരു പോയിന്റ് കൂടി ഉണ്ട്. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന അന്തരീക്ഷ പാളി അതേതാണ്? അതും ട്രോപ്പോസ്ഫിയർ ആണ്. നമുക്ക് മനസ്സിലാവും ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന അന്തരീക്ഷ പാളി ഏതെന്ന് ചോദ്യം വന്നാൽ അതേതാണ്? അതും ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ. ഓക്കെ. ട്രോപ്പോസ്ഫിയർ. അടുത്തതാണ് സ്ട്രാറ്റോസ്ഫിയർ. അതിനു മുമ്പ് ഇതിന്റെ കുറച്ച് പോയിന്റ്സ് പഠിക്കുക. ഈ ട്രോപ്പോസ്ഫിയർ ആണ് ഒന്ന് നമ്മൾ പഠിച്ചു, ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി. ഓക്കെ. ഇനി അതിന്റെ പോയിന്റ്സ് നോക്കാം. ഭൂമിയോട് ഏറ്റവും അടുത്ത്, ഒരു പോയിന്റ് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി. ദൈനംദിന കാലാവസ്ഥ എന്ന് ഓർത്ത് വെച്ചാൽ മതി. കാലാവസ്ഥാ വ്യതിയാനം. ഓക്കെ. കാലാവസ്ഥാ വ്യതിയാനം. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ അന്തരീക്ഷ പാളി ഏതാണ്? അതും ട്രോപ്പോസ്ഫിയർ ആണ്. ആദ്യം ഏതൊക്കെ പാളികളാണ് നോക്കാം. ആദ്യത്തെയാണ് ട്രോപ്പോസ്ഫിയർ, 2 സ്ട്രാറ്റോസ്ഫിയർ, 3 മിസോസ്ഫിയർ, 4 തെർമോസ്ഫിയർ, 5 എക്സോസ്ഫിയർ. ഒന്നുകൂടെ വാ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, പിന്നെ ഏതാണ്? മിസോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ അല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ അങ്ങനെയാണ് പാളികൾ വരുന്നത്. അതിൽ ഏതാണ്? ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മൾ പഠിച്ചു ട്രോപ്പോസ്ഫിയർ ആണ്. ഭൂമിയുടെ ഏറ്റവും അടുത്തത് എവിടെയായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ്? ട്രോപ്പോസ്ഫിയർ. ഇവിടെയാണ് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ. ഓക്കെ. കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ അന്തരീക്ഷ പാളി ഏത് എന്ന് ചോദിച്ചാൽ അതും ട്രോപ്പോസ്ഫിയർ ആണ്. പിന്നെ അതുപോലെ തന്നെ ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി. ജൈവമണ്ഡലം ആലോചിച്ച് നോക്ക്. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ഏത് പാളിയിലാണ് ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. അപ്പോൾ ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതെന്ന് ചോദിച്ചാലും ട്രോപ്പോസ്ഫിയർ ആണ്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി, ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ അന്തരീക്ഷ പാളി, പിന്നെ അതുപോലെ തന്നെ ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി. പിന്നെ മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി. ഒന്ന് ലോജിക്കലി ചിന്തിച്ച് അതിൻ്റെ ഒക്കെ ആൻസർ കിട്ടൂലേ അല്ലേ? ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. അപ്പോൾ മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതെന്ന് ചോദിച്ചാലും ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ. ഓക്കെ.
പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞാൽ അടുത്തത് ഇവിടെ ഉള്ളത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയർ. ഓക്കെ, ഇതാണ് ട്രോപ്പോസ്ഫിയർ. ഈ ഭാഗങ്ങളാണ് ട്രോപ്പോസ്ഫിയർ. ഈ ഭാഗമാണ് സ്ട്രാറ്റോസ്ഫിയർ. ഓക്കെ, ഇതാണ് സ്ട്രാറ്റോസ്ഫിയർ. ഇതെന്താണ് അപ്പോൾ? ഇതിനെ വേർതിരിക്കുന്ന ഒരു രേഖയാണ്. ഓക്കെ, ഇതിനെ തമ്മിൽ വേർതിരിക്കുന്ന, ഇപ്പോൾ ഇപ്പുറത്ത് കാണുന്നത് ട്രോപ്പോസ്ഫിയറും ഇപ്പുറത്ത് കാണുന്നത് സ്ട്രാറ്റോസ്ഫിയറും. അപ്പോൾ ഇതിനെ വേർതിരിക്കാൻ ഇവിടെ ഒരു രേഖ വേണ്ടേ? ഈ രേഖ എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് ചോദിക്കും. എന്താണ്? ട്രോപ്പോപാസ് എന്നാണ്. അപ്പോൾ ഒരു പോയിന്റ് കൂടി കിട്ടിയില്ലേ? എന്താണ്? ട്രോപ്പോപാസ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ഭാഗത്ത് നിന്നും അങ്ങോട്ട് ഇവിടുത്തെ കാറ്റിനെ ആലോചിച്ചാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും പദാർത്ഥങ്ങൾക്ക് അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകണം. ഓക്കെ, നമ്മൾ തന്നെ ആലോചിച്ചോ. ഈ ട്രോപ്പോസ്ഫിയറിൽ നിന്നും സ്ട്രാറ്റോസ്ഫിയറിലേക്ക് പോകണമെങ്കിൽ ഇതിനെ പാസ് ചെയ്യണ്ടേ? അപ്പൊ എന്താണ്? ട്രോപ്പോസ്ഫിയറിനെ അങ്ങോട്ട് പാസ് ചെയ്യണം. ട്രോപ്പോസ്ഫിയറിൽ നിന്ന് അങ്ങോട്ട് പാസ് ചെയ്യണം. അപ്പൊ എന്താണ്? ട്രോപ്പോസ്ഫിയറിന്റെയും സ്ട്രാറ്റോസ്ഫിയറിന്റെയും. ഓക്കെ, ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഏത് വരുന്നത്? ട്രോപ്പോസ്ഫിയർ വരുന്നത്. ഇത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓക്കെ, ഇത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. അപ്പൊ ഇതിന്റെ ഇപ്പുറത്തുള്ള ഈ രേഖയാണ് ട്രോപ്പോപാസ്. പഠിച്ചു വെക്കണേ, ട്രോപ്പോപാസ് ആണ്. ട്രോപ്പോപാസ്. അപ്പൊ എന്ത് ചെയ്യണം? അങ്ങോട്ട് പാസ് ചെയ്യണമെങ്കിൽ ഇത് കടന്നു പോകണം. ഇതാണ് ട്രോപ്പോപാസ്. ഇതിൽ നിന്ന് ഇപ്പുറത്ത് അങ്ങോട്ട് പാസ് ചെയ്യണം. അങ്ങോട്ട് പാസ് ചെയ്യണം എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ട്രോപ്പോപാസ്. ഓക്കെ, ഇനി സ്ട്രാറ്റോസ്ഫിയറും മിസോസ്ഫിയറും ഇതിന്റെ ഇടയിലുള്ള ഈ രേഖയാണ് ഏതാണ്? സ്ട്രാറ്റോപാസ്. അപ്പൊ ആദ്യത്തെ പേരാലോചിച്ചാൽ മതി. ഇവിടെ ട്രോപ്പോസ്ഫിയറിന് അങ്ങോട്ട് പോകണമെങ്കിൽ ട്രോപ്പോപാസ്, പിന്നെ സ്ട്രാറ്റോസ്ഫിയറിന് മേലോട്ട് പോകണമെങ്കിൽ സ്ട്രാറ്റോപാസ്, പിന്നെ എന്താണ്? മിസോപാസ്. അപ്പൊ ഏകദേശം കിട്ടിയല്ലോ. അപ്പൊ ഇനി ഏത് വന്നാലും ഓർമ്മ കിട്ടല്ലോ. ഓക്കെ, മിസോസ്ഫിയറിന്റെയും മേലുള്ളതാണെങ്കിൽ മേലുള്ളത് നിങ്ങൾ അങ്ങനെ ആലോചിച്ച് പഠിച്ചാൽ മതി. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. അപ്പൊ മിസോസ്ഫിയറിന്റെയും തെർമോസ്ഫിയറിന്റെയും ചോദിച്ചാൽ ആദ്യം ഏതാണ് വരുന്നത്? മിസോസ്ഫിയർ ആണ്. അപ്പൊ മിസോപാസ് അല്ലേ? അപ്പൊ അത് കിട്ടുമെന്നല്ലേ? അപ്പോൾ അത് ഓക്കെ ആയി. എന്താണ്? രേഖകൾ ഓക്കെ ആയി. എന്ത് രേഖ? അതിർത്തി രേഖകൾ, അല്ലെങ്കിൽ പാസ് ചെയ്യാനുള്ള രേഖ എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, വേർതിരിക്കുന്ന രേഖ എന്ന് ആലോചിച്ച് കേട്ടോ. എന്താണ്? ട്രോപ്പോപാസ് ആണ്. ട്രോപ്പോപാസ്. അതെന്തിനെ വേർതിരിക്കുന്നതാണ്? ട്രോപ്പോസ്ഫിയറിനെയും ഇവിടെ ഏതാണോ പേര് അതും അതിന്റെ മേലത്തെയും വേർതിരിക്കുന്നതാണ്. അപ്പൊ ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് ട്രോപ്പോപാസ്. സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് സ്ട്രാറ്റോപാസ്. മിസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖയാണ് ഏതാണ്? മിസോപാസ്. ഓക്കെ, അപ്പൊ അത്ര കാര്യങ്ങൾ ക്ലിയർ ആയി. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ഇനി ഈ ട്രോപ്പോസ്ഫിയർ ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മുടെ ട്രോപ്പോസ്ഫിയർ ഉണ്ട്. അപ്പൊ ഈ ട്രോപ്പോസ്ഫിയർ എന്താണ്? ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത്, ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി, അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ അന്തരീക്ഷ പാളി, അതുപോലെ തന്നെ മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി. ഇതൊക്കെ എന്താണ്? ട്രോപ്പോസ്ഫിയർ ആണ്. അപ്പൊ വേറൊരു ചോദ്യം വരും. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകും തോറും ഊഷ്മാവിന് എന്താ ഉണ്ടാവുക? ഊഷ്മാവ് ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ ഇവിടെ നിന്ന് ഭൂമിയിൽ നിന്ന് മുകളിലോട്ട് പോകും തോറും എന്തുണ്ടാവും? ഊഷ്മാവ് കുറയും ഇല്ലേ? ഊഷ്മാവ് കുറയും. ഊഷ്മാവ് കുറഞ്ഞു വരുന്നു. ഊഷ്മാവ് മുകളിലേക്ക് പോകും തോറും ഒന്ന് ആലോചിച്ച് നോക്ക്. ഊട്ടിയൊക്കെ എന്താണ്? ഊട്ടിയൊക്കെ ഒരു മലയുടെ മേലെ, അങ്ങനെ ആലോചിച്ചാൽ പോരെ. ഊട്ടി എന്താണ്? മേലേക്ക് പോകും തോറും നമ്മൾ എന്താണ്? നമുക്ക് തണുപ്പാണ് അനുഭവപ്പെടുന്നത് അല്ലേ? അപ്പൊ ഊട്ടി ആലോചിച്ചാൽ തന്നെ നമുക്ക് കിട്ടുമല്ലോ. ഓക്കെ, നമുക്ക് മലയുടെ മേലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? തണുപ്പ് അനുഭവപ്പെടും. അപ്പൊ അത് ആലോചിച്ചാൽ പോരെ. സുഖവാസ കേന്ദ്രങ്ങൾ ആലോചിച്ചാൽ പോരെ. എന്താണ്? മുകളിലേക്ക് പോകും തോറും നമുക്ക് എന്തനുഭവപ്പെടും? തണുപ്പ് അനുഭവപ്പെടും. അപ്പൊ മുകളിലോട്ട് പോകും തോറും എന്താണ്? ഊഷ്മാവ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഊഷ്മാവ് എന്താണ്? കുറഞ്ഞു വരികയാണ്. ഓക്കെ, ഊഷ്മാവ് കുറഞ്ഞു വരികയാണ്. ഇനി ഞാൻ വേറൊരു ടെക്നിക്കും കൂടി പറഞ്ഞുതരാം. ഇത് നമ്മൾ പറഞ്ഞു, ഇവിടെ നിൽക്കുന്നതാണ് ട്രോപ്പോസ്ഫിയർ. ഇതാണ് ട്രോപ്പോസ്ഫിയർ. ഇവിടെയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഇവിടെ നമ്മൾ മുകളിലേക്ക് പോകും തോറും ഊഷ്മാവ് കുറഞ്ഞു വരുന്നു. അടുത്തത് സ്ട്രാറ്റോസ്ഫിയർ. ഇവിടെ മുകളിലേക്ക് പോകും തോറും ഊഷ്മാവ് കൂടി വരുന്നു. പിന്നെ അതിൻ്റെ അടുത്തത് മിസോസ്ഫിയർ. അവിടെ മുകളിലേക്ക് പോകും തോറും ഊഷ്മാവ് കുറഞ്ഞു വരുന്നു. അപ്പൊ ഈ ഓർഡറിലാണ് പോകുന്നത്. ആദ്യം കുറയുക, പിന്നെ മുകളിലേക്ക് പോകുമ്പോൾ കൂടുക, പിന്നെയും കുറയുക, പിന്നെ മുകളിലേക്ക് പോകുമ്പോൾ കൂടുക. ഈ ഒരു ഐഡിയ കിട്ടിയോ? ഈ ടെക്നിക്ക് ഉണ്ടെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ലോജിക്കലി എല്ലാം അറ്റൻഡ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ട്രോപ്പോസ്ഫിയർ എന്താണ്? ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി, മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ്. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആണ്. മുകളിലേക്ക് പോകുന്തോറും ഊഷ്മാവ് കുറഞ്ഞു വരുന്നു. ഊഷ്മാവ് കുറയുക പറഞ്ഞാൽ ആലോചിക്കുക, നമുക്ക് തണുപ്പ് കൂടും. അത്ര ആലോചിച്ചാൽ മതി. മുകളിലേക്ക് പോകുന്തോറും ഊഷ്മാവ് കുറഞ്ഞു വരുന്നു.
മുകളിലേക്ക് പോകുന്തോറും ഊഷ്മാവ് കുറഞ്ഞു വരുന്നു. ഡൗട്ട് ഇല്ലല്ലോ. മുകളിലേക്ക് പോകുന്തോറും നമുക്കറിയാം നമ്മൾ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശമാണ്. നമ്മൾ ഇങ്ങനെ ആകാശത്തേക്ക് മീൻസ് ആകാശത്തേക്കല്ല, നമ്മൾ ഇങ്ങനെ ഒരു മലയുടെ മുകളിലേക്ക് കയറി പോകുന്നതോറും ഊട്ടി കൊടൈക്കനാൽ ഒക്കെ ആലോചിച്ചോടും, ഒക്കെ മലയുടെ മുകളിലേക്ക് നമ്മൾ കയറി പോകുന്തോറും നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് തണുപ്പ് അനുഭവപ്പെടും. അത് എന്തുകൊണ്ടാണ്? ഊഷ്മാവ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ മുകളിലേക്ക് പോകുന്തോറും ഊഷ്മാവ് കുറഞ്ഞു വരുന്നു. അപ്പോൾ ട്രോപ്പോസ്ഫിയറിന്റെ ഇത്ര കാര്യങ്ങൾ സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഊഷ്മാവ് കുറഞ്ഞു വരുന്നു. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളതാണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ നമ്മൾ പഠിച്ചു. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖയാണ് ട്രോപ്പോപാസ്. ട്രോപ്പോസ്ഫിയറിനെയും, ട്രോപ്പോസ്ഫിയർ ആണ് താഴെ, അതിന്റെ മേലെ സ്ട്രാറ്റോസ്ഫിയർ, അതിന്റെ മേലെ മിസോസ്ഫിയർ, അതിന്റെ മേലെ തെർമോസ്ഫിയർ, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇതിനെയും അതായത് ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന ഈ രേഖയാണ് ട്രോപ്പോപാസ്. ട്രോപ്പോസ്ഫിയറിനെ അങ്ങോട്ട് പാസ് ചെയ്യണം. അപ്പോൾ ട്രോപ്പോപാസ് മേലോട്ട് പോവുകയാണ്. ട്രോപ്പോസ്ഫിയറിനെ അങ്ങോട്ട് പാസ് ചെയ്യണം. പിന്നെ ഏതാണ്? സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും, സ്ട്രാറ്റോസ്ഫിയറിന് മേലോട്ട് പാസ് ചെയ്യണം. സ്ട്രാറ്റോപാസ്. ഓക്കെ, അപ്പോൾ ഓർമ്മ ഉണ്ടാവും. ഇനി സ്ട്രാറ്റോസ്ഫിയറിന് നമുക്ക് പോയിന്റ്സ് നോക്കാം. പ്രധാനപ്പെട്ട ഒറ്റ പോയിന്റ് ഒന്ന് ഓർത്തു വെക്കണേ. രണ്ടാമത്തെ അന്തരീക്ഷപാളിയാണ് അല്ലെ? ആദ്യത്തെ ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. രണ്ടാമത്തെ ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. അവിടെയാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഓസോൺ പാളി. ഓക്കെ, ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. ചോദ്യം വരും, ഉറപ്പിച്ചോ. ചോദ്യം വരികയാണെങ്കിൽ ഇത് ഓപ്ഷനിൽ ഉണ്ടാവും. ഏതാണ്? ഒന്ന്, ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? സ്ട്രാറ്റോസ്ഫിയർ. അതുപോലെ തന്നെ ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരപാത അല്ലെ? ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് കാരണമാകുന്ന അന്തരീക്ഷ പാളി അതും ഏതാണ്? അതും സ്ട്രാറ്റോസ്ഫിയർ ആണ്. അപ്പോൾ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നു. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ചോദിച്ചാൽ മറന്നു പോകരുത്. രണ്ടാമത്തെ അന്തരീക്ഷ പാളിയിലാണ്. രണ്ടാമത്തെ ഏതാണ്? ഓസോൺ പാളി രണ്ടാമത്തതിലാണ് സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തെ ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. ഓസോണിന്റെ നാശത്തിന് കാരണമായ മേഘങ്ങൾ ഏതാണെന്നറിയോ? നാക്രിയസ് മേഘങ്ങളാണ്. നാക്രിയസ് മേഘങ്ങൾ. ഓക്കെ, നാക്രിയസ് മേഘങ്ങളാണ് എന്തിന്? ഓസോണിന്റെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങൾ. ഏതാണ്? നാക്രിയസ് മേഘങ്ങൾ. അപ്പോൾ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോണിന്റെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങളാണ് നാക്രിയസ് മേഘങ്ങൾ. ഓസോണിന്റെ യൂണിറ്റ് കൂടി ഒന്ന് പഠിച്ചു വെച്ചോ. ഓക്കെ, ഓസോണിന്റെ യൂണിറ്റ് ആണ് ഡോപ്സൺ യൂണിറ്റ്. ഓസോണിന്റെ യൂണിറ്റ് ആണ് ഡോപ്സൺ യൂണിറ്റ്. ഓസോണിന്റെ യൂണിറ്റ് ആണ് ഡോപ്സൺ യൂണിറ്റ്. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓക്കെ, ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി അല്ലെങ്കിൽ ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ പാളി ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. ഓക്കെ, സ്ട്രാറ്റോസ്ഫിയർ. ഇനി മറന്നുപോലല്ലോ, എന്തൊക്കെ പഠിച്ചു? പ്രധാനമായിട്ടും ഒന്ന് പഠിച്ചു, ഓസോൺ പാളി, അതുപോലെ തന്നെ ജെറ്റ് വിമാനം. ഇത്ര അറിഞ്ഞു വെച്ചാൽ മതി. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നതും അതുപോലെ തന്നെ ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് കാരണമാകുന്ന അന്തരീക്ഷ പാളിയും രണ്ടും ഏതാണ്? രണ്ടും സ്ട്രാറ്റോസ്ഫിയർ ആണ്. രണ്ടും രണ്ടാമത്തേതാണ്. ഓക്കെ, ആദ്യം ട്രോപ്പോസ്ഫിയർ എന്താണ്? ഭൗമോപരിതലത്തോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി, ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി, ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി, കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന അന്തരീക്ഷ പാളി, പിന്നെ ഏതാണ്? മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി. മുകളിലോട്ട് പോകുന്തോറും എന്താണ്? ഊഷ്മാവ് കുറഞ്ഞു വരുന്നു. ഊഷ്മാവ് കുറയുന്നു എന്ന് പറഞ്ഞാൽ തണുപ്പ് കൂടുന്നു. രണ്ടാമത്തെ അന്തരീക്ഷ പാളിയായ സ്ട്രാറ്റോസ്ഫിയറിൽ എന്താണ്? മുകളിലേക്ക് പോകുന്തോറും ഊഷ്മാവ് കൂടി വരുന്നു. ഓക്കെ, ഇനി സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖയാണ് സ്ട്രാറ്റോപാസ്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മിസോസ്ഫിയർ. എന്താണ് മിസോസ്ഫിയറിന്റെ പ്രത്യേകത? ഏറ്റവും ഊഷ്മാവ് കുറഞ്ഞ അല്ലെങ്കിൽ താപനില ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ. ഏറ്റവും കുറവ് താപനില അനുഭവപ്പെടുന്നത്. അപ്പം നല്ല തണുപ്പുണ്ടാവുന്ന ആലോചിച്ചാൽ മതി. ഏറ്റവും കുറവ് താപനില എന്നാണ് കേട്ടോ ചോദ്യം വരിക. ഏറ്റവും കുറവ് ഊഷ്മാവ് അല്ലെങ്കിൽ താപനില എന്നാണ് ചോദ്യം വരിക. തണുപ്പ് എന്ന് മിക്കവാറും ചോദ്യം വരില്ല. ഇനി എങ്ങനെ വന്നാലും നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഏതാണ്? ഏറ്റവും കുറവ് താപനില അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ ഏറ്റവും ഊഷ്മാവ് കുറഞ്ഞ അന്തരീക്ഷ പാളി ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? മിസോസ്ഫിയർ ആണ്. ഏതാണ്? മിസോസ്ഫിയർ. ഓക്കെ, പിന്നെ ഒന്നുകൂടി ഉണ്ട്, ഉൽക്കകളിൽ നിന്നും നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്ന അന്തരീക്ഷ പാളി. ഉൽക്കകളിൽ നിന്നും
ഉൽക്കകളിൽ നിന്നും സംരക്ഷണം. ഓക്കെ, ഉൽക്കകളിൽ നിന്നും സംരക്ഷിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്? മിസോസ്ഫിയർ ആണ്. ഓക്കെ, അപ്പൊ ട്രോപ്പോസ്ഫിയർ സെറ്റായി, സ്ട്രാറ്റോസ്ഫിയർ സെറ്റായി, മിസോസ്ഫിയർ സെറ്റായി. ഇതിന്റെ ഒക്കെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് കിട്ടിയല്ലോ. എന്താണ് മിസോസ്ഫിയർ? എന്താണ്? ഏറ്റവും താപനില കുറഞ്ഞ അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ. ഏറ്റവും താപനില കുറഞ്ഞ അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ. പിന്നെ എന്ത് പഠിച്ചു? ഉൽക്കകളിൽ നിന്നും സംരക്ഷിക്കുന്ന, ഭൂമിയെ ഉൽക്കകളിൽ നിന്നും സംരക്ഷിക്കുന്ന അന്തരീക്ഷ പാളി ഏത് എന്ന് ചോദിച്ചാലും ഏതാണ്? അതും മിസോസ്ഫിയർ ആണ്. ഭൂമിയെ ഉൽക്കകളിൽ നിന്നും സംരക്ഷിക്കുന്ന അന്തരീക്ഷ പാളി അല്ലെങ്കിൽ കവചം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? മിസോസ്ഫിയർ ആണ്. ഏതാണ്? മിസോസ്ഫിയർ. മിസോസ്ഫിയറിന്റെയും തെർമോസ്ഫിയറിനെയും വേർതിരിക്കുന്ന രേഖയാണ് മിസോസ്പാസ്. ഓക്കെ, മിസോസ്പാസ്. ഇനി അടുത്തതാണ് തെർമോസ്ഫിയർ. തെർമോസ്ഫിയർ നമ്മൾ പഠിച്ചു ഏറ്റവും താപനില കുറഞ്ഞ അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ. അപ്പൊ ഏറ്റവും താപനില കൂടിയ അന്തരീക്ഷ പാളി ഏതാ? അതാണ് തെർമോസ്ഫിയർ. ഏറ്റവും ചൂട് കൂടിയ അന്തരീക്ഷ പാളി. ഓക്കെ, ഏറ്റവും ചൂട്, അത്ര ആലോചിച്ചാൽ മതി. ഏറ്റവും ചൂട് കൂടിയ അന്തരീക്ഷ പാളിയാണ് ഏത്? സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ. അടുത്തത് ഏതാണ്? തെർമോസ്ഫിയർ. ഇവിടെ തണുപ്പ്, മേലെ ഏതാണ്? ചൂട്. തണുപ്പ് ചൂട് തണുപ്പ് ചൂട്, ഈ രീതിയിലാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ ആലോചിച്ചാൽ പോരെ. ആദ്യം ട്രോപ്പോസ്ഫിയറിൽ മുകളിലേക്ക് പോകുന്തോറും തണുപ്പാണ്, അതായത് ഊഷ്മാവ് കുറഞ്ഞു വരികയാണ്, അതായത് താപനില കുറഞ്ഞു വരികയാണ്. പിന്നെ രണ്ടാമത്തെ സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിൽ എന്താണ്? സ്ട്രാറ്റോസ്ഫിയറിൽ എന്താ? മുകളിലേക്ക് പോകുന്തോറും ചൂടാണ്. ഇവിടെ ചൂട് കുറഞ്ഞു വരിക, ഇവിടെ ചൂടാണ്. പിന്നെ അടുത്തതിൽ എന്താ? അടുത്തതിൽ പിന്നെയും ചൂട് കുറഞ്ഞു വരികയാണ്. അപ്പൊ എന്താണ്? ഏറ്റവും ചൂട് കുറഞ്ഞത് ഏതാണ്? മിസോസ്ഫിയറിലാണ്. പിന്നെ മിസോസ്ഫിയർ കഴിഞ്ഞ ഏതാണ്? തെർമോസ്ഫിയർ. അവിടെ എന്താണ്? ചൂട് നല്ല രീതിയിൽ കൂടി വരികയാണ്. അപ്പൊ ഏറ്റവും ചൂട് കൂടിയ അല്ലെങ്കിൽ താപനില ഏറ്റവും കൂടിയ അന്തരീക്ഷ പാളി ഏതാന്ന് ചോദിച്ചാൽ തെർമോസ്ഫിയർ ആണ്. ഈ തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗമാണ് അയണോസ്ഫിയർ. നമുക്ക് കൂടുതലായിട്ട് ഇവിടെ പഠിക്കാനുള്ളത് അയണോസ്ഫിയറിനെ പറ്റിയിട്ടാണ്. തെർമോസ്ഫിയർ ഇത്ര അറിഞ്ഞാൽ മതി. ഏറ്റവും ചൂട് കൂടിയ അന്തരീക്ഷ പാളി ഏതാണ്? തെർമോസ്ഫിയർ. അതിന്റെ താഴ്ഭാഗമാണ്, അതിന്റെ ഒരു താഴ്ന്ന ഭാഗമാണ് അറിയപ്പെടുന്നത് അയണോസ്ഫിയർ. അതിന്റെ താഴത്തുള്ള ഭാഗമാണ് അയണോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അയണോസ്ഫിയർ. ചാർജുള്ള കണികകൾ അധികമായി അത്ര അറിഞ്ഞാൽ മതി കേട്ടോ. ചാർജുള്ള കണികകൾ അത്ര മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ചാർജുള്ള കണികകൾ അധികമായി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? അയണോസ്ഫിയർ ആണ് കേട്ടോ. അയണോസ്ഫിയർ. ചാർജുള്ള കണികകൾ അധികമായി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി. ഓക്കെ, ചാർജുള്ള കണികകൾ അധികമായി കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് ഏത്? തെർമോസ്ഫിയറിലെ അയണോസ്ഫിയർ. തെർമോസ്ഫിയറിന്റെ താഴ്ഭാഗമായിട്ടുള്ള അയണോസ്ഫിയർ. പിന്നെ ഏതാണ്? റേഡിയോ തരംഗങ്ങളുടെ, അപ്പൊ റേഡിയോ തരംഗങ്ങൾ എന്ന് ആലോചിച്ചാൽ മതിയല്ലോ. റേഡിയോ തരംഗങ്ങൾ. ഓക്കെ, റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളി അതും ഏതാണ്? അയണോസ്ഫിയർ ആണ്. ഏതാണ്? അയണോസ്ഫിയർ ആണ്. ഓക്കെ, അയണോസ്ഫിയർ. ഓർമ്മയുണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞു? ചാർജുള്ള കണികകൾ കൂടുതലായി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത് എന്ന് ചോദിച്ചാലും, അതുപോലെ തന്നെ റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളി ഏത് എന്ന് ചോദിച്ചാലും ഏതാണ്? അയണോസ്ഫിയർ ആണ്. തെറ്റരുത്, അയണോസ്ഫിയർ ആണ്. ഓക്കെ, അയണോസ്ഫിയറിനെ കുറിച്ച് സിദ്ധാന്തം രൂപീകരിച്ച ഭാരതീയൻ ആര് എന്ന് ചോദ്യം വരും. അതാരാണ്? എസ്.കെ. മിത്ര. അയണോസ്ഫിയറിനെ കുറിച്ച് സിദ്ധാന്തം രൂപീകരിച്ച ഭാരതീയനാണ് എസ്.കെ. മിത്ര. ആരാണ്? എസ്.കെ. മിത്രയാണ്. അപ്പൊ അത്ര കാര്യങ്ങൾ അയണോസ്ഫിയറിനെ പറ്റിയിട്ടും ഓർമ്മയുണ്ടല്ലോ. തെർമോസ്ഫിയർ ഏകദേശം മനസ്സിലായി. തെർമോസ്ഫിയർ എന്താണ്? ഏറ്റവും ചൂട് കൂടിയ അന്തരീക്ഷ പാളി. മെയിൻ പോയിന്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞത്. ഏറ്റവും ചൂട് കൂടിയ അന്തരീക്ഷ പാളി ഏതാന്ന് വെച്ചാൽ തെർമോസ്ഫിയറും, ഏറ്റവും ചൂട് കുറഞ്ഞ അല്ലെങ്കിൽ താപനില ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ പാളി ഏതാന്ന് വെച്ചാൽ മിസോസ്ഫിയറുമാണ്. ഉൽക്കകളിൽ നിന്നും സംരക്ഷിക്കുന്നത് മിസോസ്ഫിയർ ആണ് അല്ലേ? ഉൽക്കകളിൽ നിന്നും സംരക്ഷിക്കുന്ന അന്തരീക്ഷ പാളി ഏതാന്ന് ചോദിച്ചാൽ മിസോസ്ഫിയർ ആണ്. ഓക്കെ, ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത്, കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്നത്, മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്നത് എന്നൊക്കെ ചോദ്യം വന്നാൽ ട്രോപ്പോസ്ഫിയർ ആണ്. ഓക്കെ, അപ്പൊ അത്ര കാര്യങ്ങൾ സെറ്റായി. അപ്പൊ എന്താണ്? സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് എസ്.കെ. മിത്ര. ആരാണ്? എസ്.കെ. മിത്ര. ഓക്കെ, ഇനി ലാസ്റ്റത്തെ എക്സോസ്ഫിയർ. എക്സോസ്ഫിയറിന്റെ പ്രധാന പോയിന്റ് എന്താ? ഏറ്റവും മുകളിലത്തെ അന്തരീക്ഷ പാളിയാണ്. നമുക്കറിയാം ഏറ്റവും അവസാനം. അപ്പൊ ഏറ്റവും മുകളിലത്തെ അന്തരീക്ഷ പാളി ഏത് എന്ന് ചോദ്യം വന്നാൽ അത് എക്സോസ്ഫിയർ ആണ്. നമ്മൾ പഠിച്ചതാണല്ലോ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ,
എക്സോസ്ഫിയർ. ഒന്ന് എൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്തു തരും, ഒരു 4 വട്ടെങ്കിലും പ്ലീസ്. ആദ്യം ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഓക്കെ, എൻ്റെ നാക്കുളുക്കി. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. അപ്പൊ അവസാനത്തെ അന്തരീക്ഷ പാളി ഏതാ? അതേതാണ്? എക്സോസ്ഫിയർ ആണ്. അപ്പൊ ഏതാണ്? എന്തിന്റെ തുടക്കം എന്നാണ്? ബഹിരാകാശത്തിന്റെ തുടക്കം. അപ്പൊ ബഹിരാകാശത്തിന്റെ തുടക്കം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത് എന്ന് ചോദ്യം വന്നാൽ അത് എക്സോസ്ഫിയർ ആണ്. സാമാന്യ ബോധം മതി മനസ്സിലാക്കാൻ. ഏറ്റവും അവസാനത്തെ അന്തരീക്ഷ പാളിയാണ്. അപ്പൊ ബഹിരാകാശത്തിന്റെ തുടക്കം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത് എന്ന് ചോദിച്ചാലും, ഏറ്റവും അവസാനത്തെ അന്തരീക്ഷ പാളി ഏത് എന്ന് ചോദിച്ചാലും, അല്ലെങ്കിൽ ഏറ്റവും മുകളിലത്തെ അന്തരീക്ഷ പാളി ഏത് എന്ന് ചോദിച്ചാലും ഏതാണ്? എക്സോസ്ഫിയർ ആണ്. ഏറ്റവും ചൂട് കൂടിയ അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളിയാണ് അയണോസ്ഫിയർ. അല്ലേ? തെർമോസ്ഫിയറിന്റെ ഭാഗമായ അയണോസ്ഫിയർ. ഓക്കെ, അപ്പൊ എല്ലാതും ഓർത്തു വെക്കുക. ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് ഏതാന്ന് ചോദിച്ചാൽ അത് ട്രോപ്പോസ്ഫിയർ ആണ്. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണം ഏതെന്ന് ചോദിച്ചാലും ട്രോപ്പോസ്ഫിയർ ആണ്. മെയിൻ ആയിട്ട് പഠിച്ചോ, ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ സ്ട്രാറ്റോസ്ഫിയറിലാണ്. രണ്ടാമത്തെ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നതും ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരപാതയും. ഓക്കെ, ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്നതും ഏതിലൂടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലൂടെയാണ്. അപ്പൊ അത്ര കാര്യങ്ങൾ അന്തരീക്ഷ പാളികളുമായി ബന്ധപ്പെട്ട് ക്ലിയർ ആണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഹായ്, നിങ്ങളിൽ പലരുടെയും ആവശ്യപ്രകാരം നിങ്ങൾക്ക് കൂടി ഉപകരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കാര്യം മുഴുവനായും കേൾക്കാൻ ശ്രമിക്കുക. നല്ലൊരു സർക്കാർ ജോലി സ്വപ്നം കണ്ട് അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയല്ലേ നിങ്ങൾ? അപ്പോൾ ദിവസവും ഒരു 10-20 മിനിറ്റ് മാറ്റി വെക്കാൻ നിങ്ങൾ തയ്യാറല്ലേ? എങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഓഗസ്റ്റിൽ വാട്സപ്പിലൂടെ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബാച്ച് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റിലാണെങ്കിലും ആദ്യം ജോയിൻ ചെയ്യുന്ന 100 ആളുകൾക്ക് 99 രൂപ ഫീസിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ബാച്ചിൽ അംഗമാവാവുന്നതാണ്. അതിനുശേഷം ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് 150 രൂപ ഫീസിലും ബാച്ചിൽ അംഗത്വം എടുക്കാവുന്നതാണ്. ഓഗസ്റ്റിലാണ് നമ്മൾ പഠനം ആരംഭിക്കുന്നതെങ്കിലും അതിന് മുന്നോടിയായി ജൂൺ, ജൂലൈ മാസങ്ങളിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഓരോ പരീക്ഷകൾക്കും വേണ്ട ടിപ്സ്, അതുപോലെ തന്നെ ഹോട്ട് ടോപ്പിക്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകൾ, കറണ്ട് അഫയേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, ഓരോ പരീക്ഷകൾക്ക് മുമ്പും നിങ്ങൾക്ക് വേണ്ട മോട്ടിവേഷൻ, അങ്ങനെയുള്ളതെല്ലാം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ബാച്ച് എന്ന് മെസ്സേജ് ചെയ്യുക. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒരേ ഒരു തവണ ഭേദഗതി ചെയ്ത വർഷം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒരേ ഒരു തവണ ഭേദഗതി ചെയ്ത വർഷം. എപ്പോഴാണ് ആമുഖം ഒരേ ഒരു തവണ ഭേദഗതി ചെയ്തത്? ആമുഖം ഒരേ ഒരു തവണ ഭേദഗതി ചെയ്ത് ഏത് ഭേദഗതിയാണെന്ന് അറിയോ? എത്രാം ഭേദഗതിയാണ് ആമുഖം ഒരേ ഒരു തവണ ഭേദഗതി ചെയ്തത്? എത്രയാണ്? 42ാം ഭേദഗതി അല്ലെ? അറിയില്ലേ? 42ാം ഭേദഗതി. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി. 42ാം ഭേദഗതി. 4-2. ഇവിടെ ഒരു പ്ലസ് ഇട്ടോക്ക്. 4+2 എത്രയാണ്? 6 ആണ് അല്ലേ? 4+2 6 ആണ്. ഇവിടെ 6 വരുന്ന ഏതാണ്? അവസാനം 6 വരുന്നത്. ഈ 6 വെച്ച് നിങ്ങളൊരു കണക്ഷൻ എടുത്താൽ മതി. 6 വെച്ചൊരു കണക്ഷൻ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. 42ാം ഭേദഗതി ഏത് വർഷമാണെന്നൊക്കെ ചോദ്യം വന്ന ഏതാണ്? 1976 അവസാനം 6 ആലോചിച്ചാൽ മതി. 44ാം ഭേദഗതി 4+4 എത്രയാണ്? 8 ആണ്. അപ്പൊ അത് ഏത് ഭേദഗതിയാവും? 1978 44ാം ഭേദഗതി. അപ്പൊ 1978 ഏതാണ്? 44ാം ഭേദഗതിയാണ്. അപ്പൊ 42ാം ഭേദഗതി വർഷം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 1976. 1976. 6 എന്താണ്? 4+2 42 അല്ലേ? അപ്പോൾ 4+2 6. 4+4 ചോദിച്ചാൽ എത്രയാണ്? 8 ആണ്. അപ്പൊ അതേതാണ്? 1978 44ാം ഭേദഗതി. 44ാം ഭേദഗതിയുടെ വർഷം ചോദിച്ചാലും 42ാം ഭേദഗതിയുടെ വർഷം ചോദിച്ചാലും ഇനി കിട്ടും. ഓക്കെ, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? 42ാം ഭേദഗതിയാണ്. 42ാം ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ആമുഖത്തെ പറ്റിയുള്ള കുറച്ച് പോയിന്റ്സ് നോക്കാം. ആരാണ് നമ്മുടെ ആമുഖത്തിന്റെ ശില്പി? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാ? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് ചോദിച്ചാൽ നമുക്കറിയാം അതാരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് അല്ലെ? ആധുനിക മനു എന്നറിയപ്പെടുന്ന ഡോക്ടർ BR അംബേദ്കർ, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ്, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. അപ്പോൾ ഡോക്ടർ BR അംബേദ്കർ എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ്. ഈ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാണ്? ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാണ്? നമ്മുടെ
ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. എപ്പോഴാണ്? 1946 ഡിസംബർ 13 നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. അത് 1947 ജനുവരി 22 അംഗീകരിച്ചത്. അതാണ് ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് നമ്മുടെ ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. അപ്പൊ നമ്മുടെ ആമുഖത്തിന്റെ ശില്പി ആരാ? ജവഹർലാൽ നെഹ്റു. ഓക്കെ, ജവഹർലാൽ നെഹ്റു. അപ്പൊ ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി. എന്താണ് ആമുഖമായി മാറിയത് എന്നൊരു സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ ചോദ്യമോ വന്നാൽ ലക്ഷ്യപ്രമേയമാണ്. അല്ലെങ്കിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച ദിവസം ചോദിച്ചാൽ 1946 ഡിസംബർ 13 എവിടെയാണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13 എന്നാൽ ലക്ഷ്യപ്രമേയം അംഗീകരിച്ച ഡേറ്റ് ചോദിക്കുകയാണെങ്കിൽ 1947 ജനുവരി 22 അപ്പോൾ ഓർത്തു വെക്കുക. അപ്പൊ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആര് എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടി. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാണ്? അത് നമ്മുടെ BN റാവു ആണ്. ഓക്കെ, BN റാവു. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് BN റാവു ആണ്. BN റാവു മറക്കരുത്. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് നമുക്കറിയാം, MN റോയ് ആണ് അല്ലേ. MN റോയ്. മനം നൊന്ത് റോയ് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. MN റോയ്. ഇത് മനം നൊന്ത് റോയ്. എന്തുകൊണ്ടാണ്? ബാക്കി രാജ്യങ്ങൾക്കൊക്കെ ഭരണഘടന ഉണ്ട്, എൻ്റെ രാജ്യത്തിന് മാത്രം ഭരണഘടന ഇല്ല എന്നിങ്ങനെ റോയ് ആലോചിക്കുകയാണ്. അങ്ങനെയാണ് റോയ് പറയുന്നത്. ദി ഇന്ത്യൻ പാട്രിയറ്റ് എന്ന പത്രത്തിലൂടെയാണ് അദ്ദേഹം ഈ ആശയം മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ MN റോയ് ആണ്. ഓപ്ഷനിൽ ആരുണ്ടാവും? ജവഹർലാൽ നെഹ്റു ഉണ്ടാവും, ഡോക്ടർ BR അംബേദ്കർ ഉണ്ടാവും. പക്ഷെ ആരാണ് ഉത്തരം? MN റോയ് ആണ്. ഇനി മാറിപ്പോലല്ലോ. ഓക്കെ, MN റോയ് ആണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. ഓക്കെ, ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് MN റോയ് ആണ്. എന്നാൽ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യം പറഞ്ഞ പാർട്ടി ഏതെന്ന് ചോദ്യം വന്നാൽ അത് ഏതാണ്? എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച പാർട്ടി ഏതാന്ന് ചോദിച്ചാൽ സ്വരാജ് പാർട്ടിയാണ് അല്ലേ. ഏതാണ്? സ്വരാജ് പാർട്ടിയാണ്. സ്വരാജ് പാർട്ടിയാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച പാർട്ടി. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ട വ്യക്തി ആരാന്ന് ചോദിച്ചാൽ MN റോയും, ആദ്യം ആവശ്യപ്പെട്ട പാർട്ടി ഏത് എന്ന് ചോദിച്ചാൽ സ്വരാജ് പാർട്ടിയും. അപ്പൊ അതുവരെ കിട്ടി, സ്വരാജ് പാർട്ടി. എന്നാൽ എപ്പോഴാണ് INC ആവശ്യപ്പെട്ടത്? അപ്പൊ നമുക്കൊക്കെ ഉള്ള ഡൗട്ട്സ് അല്ലേ, എന്താണ് INC അപ്പം ഉണ്ടാതിരുന്നു? INC എന്താണ് ആവശ്യപ്പെടാതിരുന്നത്? INC ആവശ്യപ്പെട്ടത് എപ്പോഴാണ്? ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം INC ഔദ്യോഗികമായി മുന്നോട്ട് വെച്ചത് എപ്പോഴാണ്? 1937 ഫൈസാപൂർ സമ്മേളനത്തിലാണ്. 1937 ഫൈസാപൂർ സമ്മേളനത്തിലാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം ഔദ്യോഗികമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ അതും കിട്ടി. 1937 ഫൈസാപൂർ സമ്മേളനം. ഈ ഫൈസാപൂർ സമ്മേളനത്തിൽ ഒരു പ്രത്യേകത ഉണ്ട്. ആദ്യത്തെ ഗ്രാമ സമ്മേളനം എന്നറിയപ്പെടുന്ന ഏതാണ്? അതേതാണ്? ഫൈസാപൂർ സമ്മേളനമാണ്. അപ്പൊ ആദ്യത്തെ ഗ്രാമ സമ്മേളനം എന്നറിയപ്പെടുന്നത് ഫൈസാപൂർ സമ്മേളനമാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് ആദ്യം പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ അത് BN റാവു ആണ്. അപ്പൊ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? MN റോയ് ആണ് ആദ്യം പറഞ്ഞത്. ഭരണഘടന വേണമെന്ന് ആദ്യം പറഞ്ഞത് MN റോയ് ആണ്. ആദ്യം പറഞ്ഞ പാർട്ടി സ്വരാജ് പാർട്ടിയാണ്. INC ആവശ്യപ്പെട്ടത് 1937 ഫൈസാപൂർ സമ്മേളനത്തിലാണ്. എത്ര ദിവസം കൊണ്ടാണ് ഭരണഘടന രൂപീകൃതമായത് എന്ന് ചിലപ്പോൾ ചോദ്യം വരും. 2 വർഷം 11 മാസം 17 ദിവസം. 2 വർഷം 11 മാസം 17 ദിവസം. 2 വർഷം 11 മാസം 17 ദിവസം. ഓക്കെ, അപ്പൊ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് നമ്മുടെ BN റാവു ആണ്. BN റാവു ആണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെക്കുന്നത് BN റാവു ആണ്. എന്നാൽ ആമുഖത്തിന്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ ആമുഖം വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ട വ്യക്തിയാണ് BN റാവു. ആമുഖം ഒരേ ഒരു തവണയാണ് ഭേദഗതി ചെയ്തത്. അതെപ്പോഴാണ്? 42ാം ഭേദഗതി അല്ലേ. 42ാം ഭേദഗതിയാണ്. ആമുഖം ഒരേ ഒരു തവണ ഭേദഗതി ചെയ്ത വർഷം ചോദിച്ചാൽ 1976 4+2 6 1976 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒരേ ഒരു തവണ ഭേദഗതി ചെയ്തത്. 42ാം ഭേദഗതി. അപ്പൊ ഭേദഗതിയും പഠിച്ചല്ലോ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടന ഭേദഗതി. നമ്മുടെ ആമുഖം അടങ്ങിയ പേജിനെ അലങ്കരിച്ച് മനോഹരമാക്കിയതാരാ? അല്ലെങ്കിൽ അലങ്കരിച്ചതെന്ന് മാത്രം ചോദ്യം വരും. അല്ലെങ്കിൽ
ഏതെങ്കിലും രീതിയിൽ ചോദ്യം വന്നാലും സംഭവം മനസ്സിലായല്ലോ. ഞാൻ ഈ രീതിയിൽ സെന്റൻസ് പറഞ്ഞത് എന്തിനാന്ന് പറഞ്ഞുതരാം. നമ്മുടെ ആമുഖം അടങ്ങിയ പേജിനെ അലങ്കരിച്ച് മനോഹരമാക്കിയത് ആരാന്ന് ചോദിച്ചാൽ റാം മനോഹർ സിൻഹ. റാം മനോഹർ സിൻഹ. അപ്പൊ മനോഹരമാക്കിയത് മനോഹർ സിൻഹ. പഠിച്ചു വെച്ചോ. റാം മനോഹർ സിൻഹ. എന്താണ്? ആമുഖമടങ്ങിയ പേജിനെ അലങ്കരിച്ച് മനോഹരമാക്കിയത് ആര് എന്ന് ചോദ്യം വന്നാൽ ആരാണ്? റാം മനോഹർ സിൻഹയാണ്. റാം മനോഹർ സിൻഹ. അപ്പൊ ആമുഖം തയ്യാറാക്കിയത്, ആമുഖത്തിന്റെ ശില്പി ആരാന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു. ആമുഖം വേണമെന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ BN റാവു. ആമുഖമടങ്ങിയ പേജിനെ അലങ്കരിച്ച് മനോഹരമാക്കിയത് ആര് എന്ന് ചോദ്യം വന്നാൽ അതാരാണ്? റാം മനോഹർ സിൻഹ. ആമുഖം ഒരേ ഒരു തവണ ഭേദഗതി ചെയ്തത് എപ്പോഴാന്ന് ചോദിച്ചാൽ 42ാം ഭേദഗതി. എപ്പോഴാണ് 42ാം ഭേദഗതി? 1976. ഇനി ഞാൻ ആൻസർ പറയേണ്ടി വരില്ലല്ലോ, നിങ്ങൾക്ക് പറയാൻ അറിയാലോ. കാരണം 42ാം ഭേദഗതി 1976ലാണ്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. 4+2 6ആണ്. 44ാം ഭേദഗതി എപ്പോഴാന്ന് ചോദിച്ചാൽ 1978ലാണെന്നും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി എന്നതും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. 42ാം ഭേദഗതി സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാ? അതാരാണ്? നമ്മുടെ ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നതല്ലേ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഒരു പ്രധാനമന്ത്രി ഉണ്ടല്ലോ നമ്മുടെ ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി. ഓക്കെ. അപ്പൊ ഇന്ദിരാഗാന്ധിയാണ് എപ്പോഴാണ്? 42ാം ഭേദഗതി സമയത്ത് പ്രധാനമന്ത്രി ആര് എന്ന് ചോദ്യം വന്നാൽ അത് ഇന്ദിരാഗാന്ധിയാണ്. ഉറപ്പായല്ലോ. അപ്പൊ 42ാം ഭേദഗതി സമയത്തെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയും. പ്രസിഡന്റ് ആര് എന്ന് ചോദ്യം വന്നാൽ ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്താണ്? പ്രസിഡന്റ് ആണ്. ആ സമയത്തെ 42ാം ഭേദഗതി സമയത്തെ രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ അത് ഫക്രുദ്ദീൻ അലി അഹമ്മദും. 42ാം ഭേദഗതി സമയത്തെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഇന്ദിരാഗാന്ധിയുമാണ്. ഓക്കെ. ഇനി ഈ ആമുഖത്തിന് കുറച്ച് വിശേഷണങ്ങൾ ഒക്കെ ഉണ്ട്. ഈ ആമുഖത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയത് കുറേ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവും. അതൊക്കെ നമുക്ക് പിന്നീട് നമുക്ക് ആമുഖത്തിന്റെ ക്ലാസ് ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാം. നമ്മൾ റിവിഷൻ വേഗം തീർത്തു പോകല്ലേ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരുമല്ലേ ഞാൻ വേണ്ടത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ എത്ര കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ആമുഖത്തിന്റെ ശില്പി ആരാന്ന് വെച്ചാൽ ജവഹർലാൽ നെഹ്റു. ആമുഖം ആദ്യമായിട്ട് വേണമെന്ന് പറഞ്ഞു ആമുഖം എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാന്ന് വെച്ചാൽ BN റാവു. ആമുഖം ഒരേ ഒരു തവണ ഭേദഗതി ചെയ്തത് 42ാം ഭേദഗതി. ആ സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ആ സമയത്തെ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ആമുഖം അടങ്ങിയ പേജിനെ അലങ്കരിച്ച് മനോഹരമാക്കിയത് റാം മനോഹർ സിൻഹ. പേര് മറന്നു പോകരുത്. അലങ്കരിച്ച് മനോഹരമാക്കിയതാണ് റാം മനോഹർ സിൻഹയാണ് അല്ലേ. ആമുഖമടങ്ങിയ പേജിനെ അലങ്കരിച്ച് മനോഹരമാക്കിയത്. ഇനി കുറച്ച് വിശേഷണങ്ങളുണ്ട്. ആമുഖത്തെ രാഷ്ട്രീയ ജാതകം, ഭരണഘടനയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത്. രാഷ്ട്രീയം അത് വെച്ചിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഉത്തരം ഞാൻ ആദ്യം പറഞ്ഞുതരാം. KM മുൻഷിയാണ്. മുൻഷി. നമ്മൾ ഈ രാഷ്ട്രീയത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് അറിയാറുള്ളത്? പണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ഒക്കെ വെച്ചിട്ടാണ് അല്ലേ. ഏഷ്യാനെറ്റ് ന്യൂസ് മാത്രം ആലോചിക്കുക. ഏഷ്യാനെറ്റ് ന്യൂസിലാണെന്ന് തോന്നുന്നു ആ പരിപാടി ഉണ്ടായിരുന്നത്. മറ്റേ ഒരു കോഴിനെ പിടിച്ചിട്ട് ഒരാൾ വരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നില്ലേ, മുൻഷി എന്ന് പറഞ്ഞിട്ട് ടടടടൻ ടടടടൻ എന്ന് പറഞ്ഞിട്ടൊരു ട്യൂണൊക്കെ വരുന്നത് ഞാൻ പണ്ട് കേട്ടൊരു ഓർമ്മ എനിക്കുണ്ട്. ഓക്കെ. അപ്പോൾ എന്താണ്, കോഴിനെ പിടിച്ചിട്ട് ഒരാൾ വരും, പിന്നെ ഒരു മാഷ് ഉണ്ടാവും കണ്ണാടി വെച്ചിട്ട്. അപ്പോൾ ഇത് ഓർത്ത് വെക്കുമോ? ഓക്കെ. മുൻഷി. എന്താണ് മുൻഷി എന്ന പരിപാടി ആലോചിച്ചാൽ മതി. രാഷ്ട്രീയ ജാതകം. അയാളെ കണ്ട ഒരു ജ്യോത്സ്യന്റെ ഒരു ജാതകം നോക്കുന്ന ആളെ പോലെയൊക്കെ അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഓക്കെ. അപ്പൊ എന്താണ് രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് വെച്ചാൽ KM മുൻഷി. ആ ട്യൂൺ ആലോചിച്ചാൽ മതി കേട്ടോ. ടടടടൻ ടടടടൻ അങ്ങനെ തന്നെ തോന്നുന്നു അതിന്റെ ട്യൂൺ. എനിക്ക് കേട്ട നല്ല ഓർമ്മയുണ്ട്. അപ്പൊ മുൻഷി, ആ കോയിനെ പിടിച്ച് വരുന്ന ആളാണ് മുൻഷി. ഓക്കെ. മുൻഷി. അപ്പൊ അത് ആലോചിച്ചാൽ മതി. KM മുൻഷിയാണ് ഭരണഘടനയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത്. അപ്പൊ അത് കിട്ടിയല്ലോ. ഭരണഘടനയുടെ രാഷ്ട്രീയ ജാതകം രാഷ്ട്രീയ ജാതകം. രാഷ്ട്രീയം കാണാൻ വേണ്ടി നമ്മൾ ന്യൂസ് കാണും. ന്യൂസിൽ ആ സമയത്താണ് എന്ത് വരിക? മുൻഷി വരിക. ഓക്കെ. മുൻഷിനെ ആലോചിച്ചാൽ മതി. അപ്പൊ KM മുൻഷി. ഇനി ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തിനാണ് നമുക്ക് ഈ തിരിച്ചറിയൽ കാർഡ്? നമ്മുടെ തിരിച്ചറിയൽ കാർഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇപ്പം എൻ്റെ തിരിച്ചറിയൽ കാർഡ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഞാൻ നിങ്ങളോട് ചോദിക്കണം, എൻ്റെ ഈ തിരിച്ചറിയൽ കാർഡ് ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ നിങ്ങൾ പറയും എന്നെ തിരിച്ചറിയാൻ. എന്തിനാണ്? എന്നെ തിരിച്ചറിയാൻ. എൻ്റെ തിരിച്ചറിയൽ കാർഡ് എന്നെ തിരിച്ചറിയാൻ. ഇനി പറഞ്ഞുതരാം. എന്നെ തിരിച്ചറിയാൻ.
പൽക്കിവാല. അപ്പൊ എന്താണ് ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ എന്തിനാണ് തിരിച്ചറിയൽ കാർഡ് എന്ന് ആദ്യം ആലോചിക്കുക. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാവും? എന്നെ തിരിച്ചറിയാനാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എന്നെ പൽക്കിവാല. എന്നെ പൽക്കിവാലയാണ് ഭരണഘടനയുടെ ആമുഖത്തെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത്. ആരാണ്? എന്നെ പൽക്കിവാല. എൻ.എ. പൽക്കിവാല. എൻ.എ. പൽക്കിവാല. എന്നെ തിരിച്ചറിയാൻ എന്നെ പൽക്കിവാല. അപ്പൊ ഭരണഘടനയുടെ ആമുഖത്തെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദ്യം വന്നാൽ ഇനി കിട്ടുമല്ലോ. തിരിച്ചറിയൽ കാർഡ് എന്തിനാണ്? എന്നെ തിരിച്ചറിയാനാണ്. അപ്പൊ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് എന്നെ പൽക്കിവാല. ഓക്കെ, എന്നെ പൽക്കിവാല. ഇനി അടുത്ത ചോദ്യം, ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആരാ? അത് നെഹ്റു ആണ് കേട്ടോ. ഭരണഘടനയുടെ ആമുഖത്ത് ഹൃദയവും ആത്മാവും എന്നല്ല, ആത്മാവും താക്കോൽ എന്ന് വിശേഷിപ്പിച്ചതാണ് നെഹ്റു. ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? താക്കൂർദാസ് ഭാർഗവ. താക്കൂർദാസ് ഭാർഗവ. പണ്ഡിറ്റ് താക്കൂർദാസ് ഭാർഗവയാണ് എന്ത് വിശേഷിപ്പിച്ചത്? ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. ആത്മാവും താക്കോലും എന്ന് വിശേഷിപ്പിച്ചത് നെഹ്റു ആണ്. ആത്മാവും താക്കോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ആമുഖം രൂപീകരിച്ചത് ആരാ? രൂപീകരിച്ച ആളാരാ? ആമുഖത്തിന്റെ ശില്പി ആരാ? ശില്പി ആരാണ്? നെഹ്റു ആണ്. അപ്പൊ നെഹ്റുവിന്റെ കയ്യിലല്ലേ ഇതിന്റെ താക്കോൽ ഉണ്ടാവുക അല്ലേ? ആമുഖത്തിന്റെ ശില്പി നെഹ്റു ആണ്. അപ്പൊ തുറക്കണമെങ്കിൽ ആര് വേണം? ശില്പി വേണം എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആത്മാവും താക്കോലും എന്ന് വിശേഷിപ്പിച്ചത് നെഹ്റു ആണെന്ന് കിട്ടും. ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് പണ്ഡിറ്റ് താക്കൂർദാസ് ഭാർഗവ. അപ്പൊ അതും കിട്ടി. ഭരണഘടനയുടെ കീനോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിക്കും. ഭരണഘടനയുടെ കീനോട്ട്. ഭരണഘടനയുടെ കീനോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ ആണ്. ഏണസ്റ്റ് ബാർക്കർ. ഓക്കെ, ഭരണഘടനയുടെ കീനോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? കീനോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഏണസ്റ്റ് ബാർക്കർ ആണ്. ആത്മാവും താക്കോലും എന്ന് വിശേഷിപ്പിച്ചത്, താക്കോൽ ആരുടെ കയ്യിലുണ്ടാവുക? ശില്പിയുടെ കയ്യിലാണ്. ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് പണ്ഡിറ്റ് താക്കൂർദാസ് ഭാർഗവയാണ്. തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് എന്നെ തിരിച്ചറിയാനാണ്. അപ്പൊ എന്നെ പൽക്കിവാല. ഓക്കെ, ജാതകം അല്ലെ, രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ഓക്കെ, എന്താണ്? മുൻഷിയാണ്. ഓക്കെ, അപ്പോ മുൻഷി, KM മുൻഷിയാണ് എന്ത് വിശേഷിപ്പിച്ചത്? രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത്. അപ്പൊ അത്ര വിശേഷണങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ഇനി ഒരു ചോദ്യം വരും, നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിച്ചിട്ടുള്ള ഒരേ ഒരു ഡേറ്റ് ഏതാണെന്ന് ചോദ്യം വരും. ഏതാണ്? 1949 നവംബർ 26. എന്താണ് ഈ ഡേറ്റിന്റെ പ്രത്യേകത? നമ്മുടെ ഭരണഘടന അംഗീകരിച്ച ദിവസമാണ്. നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ച ദിവസം എന്നാന്ന് ചോദിച്ചപ്പോഴാണ് 1949 നവംബർ 26. അപ്പൊ ആമുഖത്തിൽ പരാമർശിച്ചിട്ടുള്ള ഒരേ ഒരു ഡേറ്റ് ആണ് 1949 നവംബർ 26. ചോദ്യം വരും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വരും. 1949 നവംബർ 26 എന്താണ്? അംഗീകരിച്ച ദിവസമാണ്. ഭരണഘടന അംഗീകരിച്ച ദിവസമാണ്. അവിടെ ഒരു കൺഫ്യൂസിങ് ഫാക്ട് ഇല്ലേ? താഴെ ഒരു ചോദ്യം വരും, താഴെ തന്നിരിക്കുന്നതിൽ നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏത് എന്ന് ചോദ്യം വന്നാൽ പോയിട്ട് ഇത് കറുപ്പിക്കരുത്. പലർക്കും വേറെ ഡൗട്ട് വരും, നമ്മുടെ ഭരണഘടന അംഗീകരിച്ച ദിവസം എന്ന് ചോദിച്ചിട്ട് താഴെ എന്ത് വരും? 1950 ജനുവരി 26. 2 ഡേറ്റുകൾ നമുക്ക് പഠിക്കാണ്ട്. ഒന്ന് 1949 നവംബർ 26, 1950 ജനുവരി 26. അങ്ങനെ 2 ഡേറ്റുകൾ നമുക്ക് പഠിക്കാണ്ട്. ഇതെന്താണ്? ഭരണഘടന അംഗീകരിച്ച ദിവസമാണ് 1900. ആദ്യം അംഗീകരിക്കണ്ടേ, പിന്നല്ലേ നിലവിൽ വരുള്ളൂ. അപ്പൊ ഭരണഘടന അംഗീകരിച്ച ദിവസം എപ്പോഴാന്ന് ചോദിച്ചാൽ 1949 നവംബർ 26. നവംബർ 26 ഭരണഘടനാ ദിനമാണ്. നവംബർ 26 നമ്മുടെ നിയമ ദിനമാണ്. നവംബർ 26. ഓക്കെ, ഭരണഘടനാ ദിനം, നിയമദിനം ഇതൊക്കെ ഏതാണ്? നവംബർ 26. അപ്പൊ ഭരണഘടന അംഗീകരിച്ച ദിവസമാണ് 1949 നവംബർ 26. എന്നാൽ ഭരണഘടന നിലവിൽ വന്ന ദിവസം 1950 ജനുവരി 26. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന വർഷം 1950 ജനുവരി 26. ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ?
സെറ്റ് ആയില്ലേ? ഓക്കെ, ഒരേ ഒരു ഡേറ്റ് ഉള്ള അവിടെ പരാമർശിച്ചിട്ടുള്ളത് എവിടെ? ആമുഖത്തിൽ. ഏതാണ്? 1949 നവംബർ 26. ഇനി വേറൊരു സ്റ്റേറ്റ്മെന്റ്, ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇപ്പൊ 42ാം ഭേദഗതി ചെയ്തു എന്ന് പറഞ്ഞു. ഈ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെയെന്ന് ചോദിക്കും. മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകളാണ് 42ാം ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. ഏതൊക്കെയാണ്? മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകളാണ് ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. അപ്പൊ അത്ര കാര്യങ്ങൾ ആമുഖമായിട്ട് ബന്ധപ്പെട്ട് ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആയി, വിശേഷണങ്ങളൊക്കെ സെറ്റായി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക. ഇപ്പൊ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ടല്ലോ അല്ലെ, ആരുമായി ബന്ധപ്പെട്ടതാണ് ഈ പ്രസ്താവനകൾ എന്നൊക്കെ കണ്ടെത്താൻ. അപ്പൊ ആളുകളെ പറ്റിയിട്ട് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ്. പലർക്കും ഈ ഓപ്ഷൻ കണ്ടപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവും. ഇനി അത് അറിയില്ലെങ്കിൽ പോട്ടെ, അവിടെ നിൽക്കട്ടെ. ഒന്നാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവ്. പലർക്കും ഇതെങ്കിലും അറിയുന്നുണ്ടാവും. ഇനി അതും അറിയില്ലെങ്കിൽ പോട്ടെ, അവിടെ നിൽക്കട്ടെ. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകൻ. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകൻ. അതറിയില്ലെങ്കിൽ അങ്ങനെ പോട്ടെ എന്ന് ഞാൻ പറയില്ല. കാരണം എൻ്റെ ക്ലാസ് ഇത്രയും കാലമായിട്ട് കണ്ടുവരുന്ന ഏതൊരാൾക്കും എന്തായാലും ഇത് അറിയേണ്ടതാണ്. കാരണം എപ്പോഴൊക്കെ ഞാൻ വിശേഷണങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ സ്വയം വിശേഷിപ്പിച്ചത്, വൈകുണ്ഠസ്വാമികൾ എന്താണ് വിശേഷിപ്പിച്ചത്? വിഷ്ണുവിൻ്റെ, മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് താനെന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. ഇത് ഞാൻ എപ്പോഴൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ അതിൻ്റെ കൂടെ ഞാൻ ഒപ്പം തന്നെ ഇത് പറഞ്ഞു തരും. എനിക്ക് അത്ര ഉറപ്പുണ്ട്. ഞാൻ എപ്പോഴൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്താണ്? നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകൻ, അല്ലെങ്കിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവ്. ചോദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? ഈ ക്ലാസ് കേട്ടവർക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. എന്തായാലും നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇപ്പൊ ഉത്തരം കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് ഉത്തരം നോക്കാം. ആരാണ്? ഓപ്ഷൻ എ, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. കിട്ടുന്നുണ്ടല്ലോ? കിട്ടണം. ഓക്കെ, എന്തായാലും കിട്ടണം. ഇനി അദ്ദേഹത്തിനെ പറ്റിയുള്ള കുറച്ച് പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്. തിരുവിതാംകൂറിലെ അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ്, അല്ലെങ്കിൽ ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ്. ആധുനിക തിരുവിതാംകൂറിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച, നവോത്ഥാന നായകനല്ല, നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്. ചോദ്യം വരും, ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ, മാർത്താണ്ഡവർമ്മ. അപ്പോൾ ഓർത്തു വെക്കുക, മാർത്താണ്ഡവർമ്മയാണ് നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത്. ഒന്നാം തൃപ്പടിദാനം നടത്തിയത്. തൃപ്പടിദാനം നടന്ന വർഷം എന്ന് അറിഞ്ഞു വെക്കണ്ടേ? 1750 ജനുവരി 3-നല്ലേ? ജനുവരി 3-നാണ് ഒന്നാം തൃപ്പടിദാനം നടന്നത്. അപ്പോൾ ആദ്യ തൃപ്പടിദാനം അല്ലെങ്കിൽ ഒന്നാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആര് എന്ന് ചോദ്യം വന്ന ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ചോദ്യം വരും, ആലോചിച്ച് പോയിക്കോ, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വരും. ഒന്നാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആര് എന്ന് ചോദ്യം വന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ, അപ്പൊ പഠിച്ചു വെക്കണം. അദ്ദേഹത്തിന്റെ ഭരണനയം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ചോരയുടെയും ചോരയുടെയും ഇരുമ്പിന്റെയും നയം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണനയമാണെന്ന് ചോദ്യം വന്ന മാർത്താണ്ഡവർമ്മയുടെ ഭരണനയമാണ് ചോരയുടെയും ഇരുമ്പിന്റെയും നയം എന്നറിയപ്പെടുന്നത്. ചോരയുടെയും ഇരുമ്പിന്റെയും നയം എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയുടെ ഭരണനയമാണ്. അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് നമ്മൾ പഠിച്ചു, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷം നമ്മൾ പഠിച്ചു, 1750. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമാണ്, മോസ്റ്റ് റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്, 1741. എന്താണ്? കുളച്ചൽ യുദ്ധം. എന്താണ് കുളച്ചൽ യുദ്ധവും അദ്ദേഹവും തമ്മിലുള്ള ബന്ധം? 1741 കുളച്ചൽ യുദ്ധം നടന്നത്. കുളച്ചൽ യുദ്ധം എന്ത് തരത്തിലുള്ള ഒരു യുദ്ധമാണ്? ഡച്ചുകാരുടെ പതനത്തിന്, അല്ലേ? ഇന്ത്യയിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? കുളച്ചൽ യുദ്ധമാണ്. അപ്പൊ അത്രയേറെ പ്രാധാന്യം ഉണ്ടാവുമല്ലോ. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത് ആരെന്ന് ചോദ്യം വരില്ലേ? ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ആരാണ്? മാർത്താണ്ഡവർമ്മ. ഓക്കെ, തിരുവിതാംകൂറിന്റെ അശോകൻ, അല്ലേ? ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാണ്. ആധുനിക തിരുവിതാംകൂറിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ്. ഉരുക്കു മനുഷ്യൻ, ആധുനിക തിരുവിതാംകൂറിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? ആധുനിക തിരുവിതാംകൂറിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്.
ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ് അല്ലെ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ആരാണ് ഇന്ത്യയുടെ മകൾ എന്നറിയപ്പെടുന്നത് ആരാ? അല്ലെങ്കിൽ ഇന്ത്യയിൽ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ആരാ? മാഡം ഭിക്കാജി കാമയാണ്. മാഡം ഭിക്കാജി കാമ. എന്നാൽ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവം ഏതാന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് വിപ്ലവമാണ്. ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യം എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഓക്കെ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യം ഏതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഭൂമി, ആഹാരം, സമാധാനം എന്ന മുദ്രാവാക്യം ഏതാണ്? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. 1917 റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ഭൂമി, ആഹാരം, സമാധാനം. ഓക്കെ, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ആരാണ് ഈ മുദ്രാവാക്യം ഉയർത്തിയത്? ആരാണ്? ജെയിംസ് ഓട്ടിസ് ആണ്. ജെയിംസ് ഓട്ടിസ് ആണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ജെയിംസ് ഓട്ടിസ് ആണ്. അപ്പൊ ജെയിംസ് മാഡിസൺ ആരാ? അങ്ങനെ ഒരു പേരും കേട്ടിട്ടില്ലേ? അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചാൽ ജെയിംസ് മാഡിസൺ ആണ്. ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. ഓക്കെ, സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ആരാ? സ്വാതന്ത്ര്യ പ്രഖ്യാപനം, അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ആരെന്ന് ചോദ്യം വരില്ലേ? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ് അല്ലേ. കേട്ടിട്ടുണ്ടാവും തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. പഠിച്ചു വെക്കാട്ടോ, എല്ലാം ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ മകൾ എന്നറിയപ്പെടുന്നത് മാഡം ഭിക്കാജി കാമ. ഇന്ത്യയിൽ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് മാഡം ഭിക്കാജി കാമ. ഇന്ത്യയുടെ വാനമ്പാടി ആരാ? ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു ആണ് അല്ലെ. സരോജിനി നായിഡു INC അധ്യക്ഷയായ ആദ്യ ഇന്ത്യക്കാരിയാണ് സരോജിനി നായിഡു അല്ലെ. സരോജിനി നായിഡു ആണ് INC അധ്യക്ഷയായ ആദ്യ ഇന്ത്യക്കാരി. ഏത് വർഷമാണ്? 1925 അല്ലെ. 1925. എന്നാൽ INC അധ്യക്ഷയായ ആദ്യ വനിത ആരാന്ന് ചോദിച്ചാൽ ആനി ബസന്റ് ആണ്. ആനി ബസന്റ് 1917 ആനി ബസന്റ് അധ്യക്ഷയാവുന്നത്. അപ്പൊ എല്ലാം ഒന്ന് ഓർത്തു വെക്കുക. INC അധ്യക്ഷനായ ഒരേ ഒരു മലയാളി അല്ലേ, ചേറ്റൂർ ശങ്കരൻ നായർ. 1897 അമരാവതി സമ്മേളനം അല്ലെ. ഒറ്റപ്പാലംകാരനായ C ശങ്കരൻ നായർ അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായർ. അദ്ദേഹത്തിന്റെ ഒരു കൃതി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം, എന്താണ് അതിന്റെ പേര്? ഗാന്ധിജിയും അരാജകത്വം അല്ലെങ്കിൽ ഗാന്ധിയും അരാജകത്വവും എന്ന പുസ്തകം രചിച്ചത് ആര് എന്ന് ചോദ്യം വന്നാൽ അതാരാണ്? അത് ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ എന്താ നമ്മൾ പഠിച്ചത്? കുളച്ചൽ യുദ്ധം 1741 കുളച്ചൽ യുദ്ധം. ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഈ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്ക് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദ്യം വരും. ആരാണ്? ഡിലനോയ് ആണ്. ക്യാപ്റ്റൻ ഡിലനോയ്. ക്യാപ്റ്റൻ ഡിലനോയ്. ക്യാപ്റ്റൻ ഡിലനോയ്. ക്യാപ്റ്റൻ ഡിലനോയ് ആണ് എന്താണ് ഡച്ചുകാരന്റെ സൈന്യാധിപൻ. ഡച്ച് സൈന്യാധിപൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതാരാണ്? ക്യാപ്റ്റൻ ഡിലനോയ്. അദ്ദേഹം എന്താണ് അറിയപ്പെടുന്നത്? തിരുവിതാംകൂറിലെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ക്യാപ്റ്റൻ ഡിലനോയ് ആണ്. ക്യാപ്റ്റൻ ഡിലനോയ് ആണ് തിരുവിതാംകൂറിലെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ആരാണ്? ക്യാപ്റ്റൻ ഡിലനോയ്. അപ്പൊ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? കുളച്ചൽ യുദ്ധമാണ്. കുളച്ചൽ യുദ്ധം. ആദ്യം ഇന്ത്യയിൽ നിന്നും തിരിച്ചു പോയത് ആരാണ്? ഡച്ചുകാരാണ് അല്ലേ. നമുക്ക് ഓർത്തു വെച്ചാലോ. ആദ്യം ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യന്മാരുടെ ക്രമം ഒന്ന് ഓർത്തു വെക്കാം. ഞാൻ ഒരു കോഡ് പറഞ്ഞുതരാം. പോടാ ബീഫ് ഫ്രൈ അല്ലെങ്കിൽ പോടാ ബീഫേ എന്ന് ആലോചിച്ചാൽ മതി. പോടാ ബീഫേ അല്ലെങ്കിൽ പോടാ ബീഫ് ഫ്രൈ. എന്താണ്? ആദ്യം വന്നതാരാ? പോർച്ചുഗീസുകാരാണ്. രണ്ടാമത് വന്നത് ഡച്ചുകാരാണ്. പിന്നെ വന്നത് ബ്രിട്ടീഷുകാരാണ്. പിന്നെ വന്നത് ഫ്രഞ്ചുകാരാണ്. ഓർമ്മ കിട്ടിയോ? അപ്പൊ പോടാ ബീഫ് ഫ്രൈ അല്ലെങ്കിൽ പോടാ ബീഫേ എന്ന് ആലോചിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ്, ഫ്രഞ്ച്. ഇങ്ങനെ ഒരു ഓർഡറിലാണ് യൂറോപ്യന്മാരുടെ വരവ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ ആരാന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരാണ്. അറിയാലോ. ആദ്യത്തെ യൂറോപ്യൻ ആരാന്ന് ചോദിച്ചാൽ വാസ്കോഡഗാമയാണ്. അറിയാലോ. വാസ്കോഡഗാമ കേരളത്തിലെത്തിയ വർഷം അറിയാലോ. 1498 മെയ് 20 വാസ്കോഡഗാമ കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പൽ ഇറങ്ങിയത്. വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേര് അറിയാലോ. സെന്റ് ഗബ്രിയൽ ആണ് അല്ലെ. സെന്റ് ഗബ്രിയൽ. വാസ്കോഡഗാമയെ പിന്തുണച്ച 2 കപ്പലുകൾ ഏതൊക്കെയാണെന്ന് അറിയാലോ. സെന്റ് റാഫേൽ, ഡിബെറിയോ എന്നീ കപ്പലുകളല്ലേ. അപ്പൊ എല്ലാം ഒന്ന് ഓർത്തു വെക്കുക. പോടാ ബീഫ് ഫ്രൈ. ഇത് എന്താണ്? ഇന്ത്യയിലേക്ക് വന്ന ക്രമമാണ്. അപ്പൊ തിരിച്ചുപോയ ക്രമം എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു 1741 ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം. ഓക്കെ, ഡാ ബീഫേ പോ. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ആദ്യം പോയത് ഡച്ചുകാരും, പിന്നെ ബ്രിട്ടീഷുകാരും, പിന്നെ ഫ്രഞ്ചുകാരും, പിന്നെ പോർച്ചുഗീസുകാരും. ആദ്യം ഇന്ത്യയിലെത്തിയതും അവസാനം ഇന്ത്യയിൽ നിന്നും വിട്ടുപോയതും ആയ യൂറോപ്യന്മാർ ആരാന്ന് ചോദിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഓക്കെ, അപ്പൊ ഡാ ബീഫേ പോ തിരിച്ചു പോയതാണ്. ഡാ ബീഫേ പോ അപ്പൊ തിരിച്ചു പോവല്ലേ. പോടാ ബീഫേ അത് ഇങ്ങോട്ട് വരികയാണ്. പോടാ ബീഫേ ഇങ്ങോട്ട് വരികയാണ്. ഡാ ബീഫേ പോ ലാസ്റ്റ് പോ. അപ്പൊ പോകുന്നത് എന്താ? ഡാ ബീഫേ പോ.
അപ്പോൾ ഓർത്തു വെക്കുക കേട്ടോ, എന്താണ് തിരിച്ചുപോയ ക്രമമാണ്. അപ്പോൾ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. 1741 കുളച്ചൽ യുദ്ധം. ഓക്കെ, ഇനി മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ഒരു വർഷം കൂടി പഠിക്കാല്ലേ, 1723. എന്താണ് ആ വർഷത്തിന്റെ പ്രത്യേകത? വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം. വേണാട് ഉടമ്പടി എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒപ്പുവെച്ചത്? ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടി ഏതെന്ന് ചോദ്യം വന്നാലും ഏതാണ്? വേണാട് ഉടമ്പടിയാണ്. 1723 വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവ് ആരെന്ന് ചോദ്യം വന്നാലും വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന സ്വയം വിശേഷണത്തിൽ അല്ലെങ്കിൽ സ്വയം വിശേഷിപ്പിച്ച് ഒപ്പുവെച്ച രാജാവ് അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജാവ് ആര് എന്ന് ചോദിച്ചാലും മാർത്താണ്ഡവർമ്മയാണ്. എപ്പോഴാണ് വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം? 1723. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷമാണ് 1721. 1723 വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരാണ്? തിരുവിതാംകൂർ രാജാവ് ആരാന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മ. എന്നാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗത്ത് നിന്നും ഒപ്പുവെച്ചത് ആരാന്ന് ചോദിച്ചാൽ അലക്സാണ്ടർ ഓം ആണ്. ആരാണ്? അലക്സാണ്ടർ ഓം ആണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗത്ത് നിന്നും ഒപ്പുവെച്ചത്. അപ്പോൾ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ പറഞ്ഞു. എല്ലാം ഓർത്തു വെക്കുക, എല്ലാം കിട്ടിയിട്ടുണ്ടാവുമല്ലോ. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് ഇത്ര പോയിന്റ്സ് എങ്കിലും അറിയണം. പിന്നെ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ് നമുക്ക് പഠിക്കണ്ടേ. തിരുവിതാംകൂർ എന്താണ് അറിയപ്പെടുന്നത്? തിരുവിതാംകൂർ വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെടുന്ന രാജവംശം ചോദിക്കൂലേ? വഞ്ചി ഭൂപതിമാർ. ഓക്കെ, വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെടുന്ന രാജവംശം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? തിരുവിതാംകൂർ രാജവംശമാണ് വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെടുന്ന രാജവംശം. അവരുടെ ദേശീയ ഗാനം ഏതാന്ന് ചോദിച്ചാലും പഠിക്കണം. വഞ്ചീശമംഗളമാണ്. വഞ്ചീശമംഗളം. തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനമാണ് വഞ്ചീശമംഗളം. എഴുതിയത് ആരാണ്? ഉള്ളൂരാണ് എഴുതിയത്. വഞ്ചീശമംഗളം പഠിച്ചു വെക്കണേ. വഞ്ചീശമംഗളമാണ് ഏതാണ്? ദേശീയ ഗാനം. അവരുടെ ഔദ്യോഗിക മുദ്ര ഏതാന്ന് ചോദ്യം വരും. ഔദ്യോഗിക മുദ്ര ഏതാണ്? വലംബിരി ശംഖാണ്. വലംബിരി ശംഖ്. വലംബിരി ശംഖ് എന്താണ്? ഔദ്യോഗിക മുദ്രയാണ്. തിരുവിതാംകൂറിന്റെ ഔദ്യോഗിക മുദ്രയാണ് വലംബിരി ശംഖ്. ഇതൊക്കെ ബേസിക് പോയിന്റ്സ് ആണ്, ഒന്ന് ജസ്റ്റ് അറിഞ്ഞു വെക്കണേ. ഓക്കെ, പിന്നെ അവരുടെ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങ് എന്താണ്? ഹിരണ്യഗർഭം. ഹിരണ്യഗർഭം. കിരീടധാരണ ചടങ്ങ് അറിയപ്പെടുന്നതാണ് ഹിരണ്യഗർഭം. ഈ ഹിരണ്യഗർഭം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കിരീടധാരണ ചടങ്ങിൽ ഒരു പാല് ചേർത്ത മിശ്രിതം അല്ലേ? പാല് ചേർത്ത മിശ്രിതം അവരുടെ തലയിലൂടെ ഒക്കെ ഒഴിക്കൂലേ? അതെന്താണ്? അതിന്റെ പേരെന്താന്ന് ചോദിക്കും. ഹിരണ്യഗർഭത്തിൽ ഒഴിക്കുന്നത് ഏതാണ്? പഞ്ചഗവ്യമാണ്. പഞ്ചഗവ്യം. ഓക്കെ, പഠിച്ചു വെക്കാം കേട്ടോ. പഞ്ചഗവ്യം പാല് ചേർത്ത മിശ്രിതമാണ് പഞ്ചഗവ്യം. അപ്പൊ അത്ര കാര്യങ്ങൾ ഒരു ബേസിക് പോയിന്റ്സ് കിട്ടി. പിന്നെ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിന്റെ ശില്പി. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് പഠിച്ചു വെച്ചോ. തിരുവിതാംകൂറിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിലെ ഉരുക്കു മനുഷ്യൻ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ഉരുക്കു വനിത ഇന്ദിരാഗാന്ധിയാണ്. ആരാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആരാ? KP കേശവ മേനോനാണ് കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ബാരിസ്റ്റർ GP പിള്ളയാണ്. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ GP പിള്ള. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ബാരിസ്റ്റർ GP പിള്ള. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഒരേ ഒരു മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ള അല്ലെ? ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ട ഒരേ ഒരു മലയാളി ആരാന്ന് ചോദിച്ചാൽ ബാരിസ്റ്റർ GP പിള്ള. INC-യിൽ പങ്കെടുത്ത ആദ്യ മലയാളി, അധ്യക്ഷനല്ല, INC-യിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാന്ന് ചോദിച്ചാലും ബാരിസ്റ്റർ GP പിള്ള. ഒന്ന് ഓർത്തു വെക്കട്ടെ, അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ തിരുവിതാംകൂറിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട അത്ര പോയിന്റ്സ് പഠിക്കണം. 1741 കുളച്ചൽ യുദ്ധം. ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഒന്നാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ. ഈ മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആരാന്നറിയോ? കാർത്തിക തിരുനാളാണ്. അറിഞ്ഞു വെച്ചോട്ടോ. മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമി കാർത്തിക തിരുനാൾ. ഓക്കെ, കാർത്തിക തിരുനാളാണ് മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമി എന്നറിയപ്പെടുന്നത്. അദ്ദേഹം എന്താണ്? കിഴവൻ രാജ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാലും കാർത്തിക തിരുനാളാണ്. എക്സ്ട്രാ പോയിന്റ്സ് കുറച്ചെണ്ണം ഞാൻ പറഞ്ഞുതരാം. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. കാർത്തിക തിരുനാൾ, പിന്നെ സ്വാതിരുനാൾ ഇവരൊക്കെ പറ്റിയിട്ട് ഒരു ബേസിക് പോയിന്റ്സ് എങ്കിലും അറിയണ്ടേ. അപ്പൊ കാർത്തിക തിരുനാളാണ് കിഴവൻ രാജ എന്നറിയപ്പെടുന്നത്. ആരാണ്? കാർത്തിക തിരുനാളാണ് കിഴവൻ രാജ. അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമി എന്നറിയപ്പെടുന്നതും കാർത്തിക തിരുനാളാണ്. ആരുടെ ഭരണകാലമാണ് തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്? സുവർണ കാലഘട്ടം ഞാൻ ഒരു
കാര്യം ചോദിക്കട്ടെ. സ്വർണം നമ്മൾ എങ്ങനെ എഴുതുക? സ്വർണം ഇതുണ്ടോ? സ്വർണം ഇങ്ങനെ എഴുതിക്കൂടെ? സ്വർണം ഇത് വെച്ചിട്ട് കണക്ട് ചെയ്താൽ മതി കേട്ടോ. സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാൾ. സ്വർണം സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളിന്റെ ഭരണകാലമാണ് തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ആരുടെ ഭരണകാലമാണ്? തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം സ്വാതി തിരുനാളിന്റെ. സ്വർണം സ്വർണം സുവർണം. അപ്പൊ സ്വർണം എന്താണ്? സ്വാതി തിരുനാൾ. ഓക്കെ. ഗർഭശ്രീമാൻ, ദക്ഷിണഭോജൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് ആരെന്ന് ചോദ്യം വന്നത് ആരാണ്? സ്വാതി തിരുനാളാണ്. ഗർഭശ്രീമാൻ, ദക്ഷിണഭോജൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ്? അതാരാണ്? സ്വാതി തിരുനാളാണ്. ഓക്കെ. ഏറ്റവും ദുർബലനായ രാജാവ് ആരാണെന്നറിയോ? ഏറ്റവും ദുർബലനായ തിരുവിതാംകൂർ രാജാവ് എന്നറിയപ്പെടുന്നത് അവിട്ടം തിരുനാളാണ്. അവിട്ടം തിരുനാൾ. അപ്പൊ ആലോചിച്ചാൽ മതി. ദുർബലനാണ്. വെട്ടം കണ്ടാൽ ഓടുന്ന ആലോചിച്ചാൽ മതി. വെട്ടം കണ്ടാൽ ഓടും. ആള് ദുർബലനാണ്. അപ്പൊ എന്താണ്? വെട്ടം കണ്ടാൽ ഓടും അല്ലേ? വെട്ടം കിട്ടിയാൽ ഓടും അല്ലേ? ഇരുട്ടത്ത് വെട്ടം കിട്ടിയാൽ ഓടുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചാൽ മതി. വെട്ടം കണ്ടാൽ ഓടുന്നത് അങ്ങനെ എന്തെങ്കിലും ആലോചിച്ച് വെച്ചാൽ എന്ത് കിട്ടും? അവിട്ടം തിരുനാൾ. അവിട്ടം തിരുനാൾ. വെട്ടം കണ്ടാൽ നല്ല വെട്ടം പോയല്ലേ? ലൈറ്റ് പോയാൽ ഓടും. കറണ്ട് പോയാൽ ഓടുന്നൊക്കെ ആലോചിച്ചാൽ മതി. അപ്പൊ വെട്ടം പോയാൽ ഓടും. ഏതാണ്? അവിട്ടം തിരുനാളാണ്. അപ്പോൾ തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം സ്വാതി തിരുനാളിന്റെ ഭരണകാലം. അപ്പൊ കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലമാണെന്ന് ചോദിച്ചാൽ ഉത്രം തിരുനാളിന്റെയാണ്. ഉത്രം തിരുനാൾ. കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്രം തിരുനാളിന്റെ ഭരണകാലമാണ്. അതുപോലെ തന്നെ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത് ഉത്രം തിരുനാളാണ്. ഉത്രം തിരുനാളാണ് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ഉത്രം തിരുനാളാണ് കേട്ടോ. ഉത്രം തിരുനാളാണ് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ച ദിവസം വേണമെങ്കിൽ പഠിച്ചു വെച്ചു. 1859 ജൂലൈ 26. ജൂലൈ 26-നാണ് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത്. ചാന്നാർ ലഹളയുമായി ബന്ധപ്പെട്ട ആത്മീയ നേതാവ് അല്ലെങ്കിൽ ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമേകിയ ആത്മീയ നേതാവ് ആരാന്ന് ചോദിച്ചാൽ വൈകുണ്ഠ സ്വാമികളാണ്. അതുകൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ. പിന്നെ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവ് ആരാന്ന് ചോദിച്ചാൽ അത് പാർവതിബായി ആണ്. ഗൗരി പാർവതിബായി. പ്രൈമറി പാർവതി PR. ഓക്കെ. ഈ PR വെച്ചിട്ട് കണക്ട് ചെയ്യുക. പ്രൈമറി വിദ്യാഭ്യാസം ഗൗരി പാർവതിബായി. പിന്നെ മൃഗബലി ദേവസ്വത്തിന് കീഴിൽ തിരുവിതാംകൂർ ദേവസ്വത്തിന് കീഴിലുള്ള മൃഗബലി നിരോധിച്ച തിരുവിതാംകൂർ രാജാവ് ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? സേതു ലക്ഷ്മിബായി ആണ്. സേതു ലക്ഷ്മിബായി. അപ്പൊ ആലോചിച്ചാൽ മതി. മൃഗബലി നിരോധിക്കണം. അപ്പൊ എന്തുകൊണ്ടാണ്? മൃഗങ്ങൾ സാധുക്കളല്ലേ? സാധുക്കളായ മൃഗങ്ങളാണ്. അപ്പൊ അതികളെ ഉപദ്രവിക്കണ്ട അല്ലെങ്കിൽ കൊന്നു കളയണ്ട അല്ലെങ്കിൽ മൃഗത്തിന് ബലി കൊടുക്കണ്ട. അങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് അവർ സാധുക്കളാണ്. അപ്പൊ സാധുക്കളാണ്. സേതു. അപ്പൊ സേതു ലക്ഷ്മിബായി ആണ് എന്താണ്? മൃഗബലി നിരോധിച്ചത്. ഇത്രയും പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാൾ അല്ലേ? മോഹിനിയാട്ടത്തെ പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ആരാന്ന് ചോദിച്ചാലും സ്വാതി തിരുനാളാണ്. ഇത്ര കാര്യങ്ങളൊക്കെ ഏകദേശം കിട്ടിയിട്ടുണ്ടാവും. ഇത്രയും പോയിന്റ്സ് എല്ലാം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. ഏതെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്നിങ്ങനെ മനസ്സിൽ കടന്ന് കളിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്ത് സെറ്റാക്കി വെക്കുക. ഓക്കെ. അപ്പോൾ എന്തായാലും എക്സാം വളരെ അടുത്തെത്തിണ്ട്. നല്ല രീതിയിൽ ഇങ്ങനെ റിവൈസ് ചെയ്ത് നല്ല രസത്തിൽ റിവൈസ് ചെയ്ത് പോവുക. ടെൻഷനൊന്നും അടിക്കണ്ട. ഇഷ്ടപ്പെട്ട് പഠിച്ചു തുടങ്ങുക. ഓക്കെ. നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് ഇങ്ങനെ പഠിച്ചു പോവുക. ഓക്കെ. ഇനി ഈ എക്സാം കഴിഞ്ഞാലും നിങ്ങൾ നിർത്തരുത്. ഈ എക്സാമിൽ നല്ല മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ നിർത്തല്ല ചെയ്യേണ്ടത്. ഓക്കെ. ഈ എക്സാം കഴിഞ്ഞാൽ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യുക. അടുത്ത എക്സാമിന് ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടാണെങ്കിൽ വേഗം പ്രിപ്പറേഷൻ തുടങ്ങുക. പിന്നെ അടുത്ത എക്സാമിൽ ഈ എക്സാമിൽ ചിലപ്പോൾ ഒരു 100ാമത്തെ റാങ്ക് കിട്ടുന്നൊക്കെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അടുത്ത എക്സാമിൽ 10ാമത്തെ റാങ്ക് കിട്ടണം. ജോലി കിട്ടിയിട്ട് അതിൻ്റെ ലെറ്റർ കയ്യിൽ വന്നിട്ടല്ലാതെ ആരും പഠിത്തം നിർത്തരുത്. ഇത് പഠിക്കുന്ന ഓരോ ആളുകളോടുമാണ്. ഓക്കെ. ഇത് കഴിഞ്ഞാൽ വേഗം അടുത്ത പഠിത്തം തുടങ്ങുക. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വേഗം വന്ന് ജോയിൻ ചെയ്യുക. കാരണം നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നുമില്ല. ബാച്ചിൽ ഇപ്പോൾ ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കുന്നുള്ളൂ. ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാനുള്ള റിവിഷൻ ക്ലാസ്സുകളും റിവിഷൻ എക്സാമുകളാണ്. വേറെ ഒന്നും ഇപ്പോൾ അവിടെ നടക്കുന്നില്ല. ഓഗസ്റ്റ് 10-ന് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം കഴിഞ്ഞിട്ടേ ഞാൻ നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. കാരണം അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന്റെ ഇടയിൽ ഞാൻ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഈ എക്സാം എഴുതുന്നവരെ ബാധിക്കും. അത് ഞാൻ അങ്ങനെ ആലോചിച്ചത് കൊണ്ട് തന്നെയാണ് ഞാൻ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് മുമ്പായിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നിർത്തി പോകാനല്ല, ഇത് കഴിഞ്ഞാൽ വേഗം നമുക്ക് അടുത്തത് സ്റ്റാർട്ട് ചെയ്യാം. നല്ല രീതിയിൽ നമുക്ക് അവിടെ തുടങ്ങാം. ഓക്കെ. നമുക്ക് ഓരോ ദിവസവും കുറച്ച് ഈ PSC-കാർക്ക് ആദ്യം വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. നമുക്ക് അധികം ഇല്ലാതെ പോകുന്നതും അതാണ് കൺസിസ്റ്റൻസി. അപ്പോൾ അത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ദിവസവും കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടാണെങ്കിലും നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഓക്കെ. ദിവസം കുറച്ച് കാര്യങ്ങളെ തരുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് വീട്ടമ്മമാരെയും അതുപോലെ തന്നെ ജോലിക്കടയിൽ പഠിക്കുന്നവരെ ഇങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോഴ്സ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇവർക്കും റാങ്കിൽ എത്താൻ സാധിക്കണം. അതിന് ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഞാൻ ഇവരിലേക്ക് എത്തിക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ അത് മാത്രമേ ഞാൻ എത്തിക്കൂ. ഏറ്റവും ആവശ്യമുള്ള ചിലപ്പോൾ ഒരു ദിവസം പഠിക്കാൻ തരുന്നത് എല്ലാ ദിവസവും അങ്ങനെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. എല്ലാ ദിവസവും
ഒരു 20-25 ചോദ്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ തരും. അതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ജസ്റ്റ് പഠിക്കാൻ വേണ്ടി വായിക്കാൻ വേണ്ടി ഇട്ട് തരില്ല. സാധാരണ അങ്ങനെയാണ് മുന്നോട്ട് പോകാറുള്ളത്. പക്ഷേ ഞാൻ അതല്ല ഉദ്ദേശിച്ചുള്ളത്. എൻ്റെ ബാച്ചിൽ ഞാൻ എന്തായാലും ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. ഈ 25 ചോദ്യങ്ങളും ഞാൻ ക്ലാസ് ആയിട്ട് ചെയ്തു തരും. ക്ലാസ് ആയിട്ട് ചെയ്തെന്ന് പറ്റുന്ന അത്രയും റിപ്പീറ്റ് ചെയ്ത് പലരും ഇത് കേട്ട് പഠിക്കുന്നവരൊക്കെയാണ്. എനിക്കറിയാം ഈ കേട്ട് പഠിക്കുന്നവർക്ക് എങ്ങനെയെങ്കിലും ഈ ക്വസ്റ്റ്യനൊക്കെ വെള്ളം പോലെ ഉള്ളിലേക്ക് കയറി പോകണം. ഓക്കെ, പച്ചവെള്ളം പോലെ അവർ പഠിച്ചെടുക്കണം. അതെൻ്റെ ആവശ്യമാണ്. അവർ റാങ്ക് നേടണം. ജസ്റ്റ് എൻ്റെ ഗ്രൂപ്പിലുണ്ടെന്ന് പറഞ്ഞാൽ പോരാ. ഈ ഗ്രൂപ്പിലുള്ള മുഴുവൻ ആളുകളും റാങ്ക് നേടേണ്ടത് എൻ്റെ ആവശ്യമാണ്. നിങ്ങളെ കൂടെ നിന്ന് തന്നാൽ മതി. ഓക്കെ, കൂടെ നിന്ന് തന്നാൽ മതി. ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് ചെയ്തു തരാം. പിന്നെ നിങ്ങൾക്ക് സ്റ്റഡി മെത്തേഡുകൾ ഞാൻ പറഞ്ഞു തരും. ഓരോരുത്തർക്കും സ്റ്റഡി മെത്തേഡ് പല രീതിയിൽ വേണ്ടി വരും. അപ്പോൾ പലതരത്തിൽ നിങ്ങൾ പഠിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ നേരിടുന്നവർക്കും ഓരോ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാനും സൊല്യൂഷൻസ് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞു തരും. പിന്നെ ഓരോ മാസത്തിലും എല്ലാ മാസവും 2 ദിവസമെങ്കിലും നമ്മൾ മീറ്റിംഗ് സജസ്റ്റ് ചെയ്യും. 2 ദിവസമെങ്കിലും നമ്മൾ മീറ്റിംഗ് വെക്കും. ഓക്കെ, മീറ്റിംഗ് സെറ്റ് ചെയ്യും. ആ മീറ്റിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾക്ക് കയറിയിട്ട് കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് കയറിയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാം. അല്ലെങ്കിൽ പഠിക്കുമ്പോൾ ഈ പ്രശ്നം നേരിടുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ അതിനൊക്കെയുള്ള സൊല്യൂഷൻസ് നമ്മൾ ആ മീറ്റിങ്ങിൽ തന്നെ കണ്ടെത്തും. ഓക്കെ, അപ്പോൾ എല്ലാ മാസവും 2 ദിവസം എന്തായാലും മീറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ ഗ്രൂപ്പിലുള്ളവരൊക്കെ എന്തായാലും മീറ്റിങ്ങിൽ പങ്കെടുക്കുക. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഏറ്റവും ചെറിയ ഫീസിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അത് ഈ ഫീസേ ഇതാക്കാൻ പറ്റുള്ളൂ. കാരണം അധികവും വീട്ടമ്മമാരും അതുപോലെ തന്നെ ജോലിക്കിടയിൽ പഠിക്കുന്നവർക്ക് കുറച്ച് സമയത്തിൽ എങ്ങനെ നേടാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എൻ്റെ മാത്രമല്ല, നമ്മുടെ ഗ്രൂപ്പിലുള്ള ഓരോ ആൾക്കാരുടെയും ലക്ഷ്യം അതാണ്. കുറച്ച് സമയം പഠിച്ചിട്ടും നമ്മൾ നേടും. പിന്നെ അല്ലാതെ സമയം കിട്ടുന്നവർക്ക് അവർക്ക് വേറെ സ്റ്റഡി പ്ലാൻ കൊടുക്കും. അവർ ആ രീതിയിൽ പഠിച്ചു പോയിക്കോട്ടെ. എക്സ്ട്രാ എന്തൊക്കെ പഠിക്കണമെന്ന് ഗ്രൂപ്പിൽ പറഞ്ഞു തരും. ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ടോപ്പിക്സ് ഇട്ട് തരില്ല. എക്സ്ട്രാ ഏത് രീതിയിൽ പഠിക്കണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു തരുള്ളൂ. മീൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും എവിടെയും പോയിട്ട് സ്റ്റഡി ടൈം ടേബിൾ ചോദിക്കരുത്. സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളുടെ സമയം നിങ്ങൾക്കേ അറിയുള്ളൂ. അപ്പോൾ സ്റ്റഡി ടൈം ടേബിളൊക്കെ നിങ്ങളായിട്ട് തന്നെ ഇതാക്കുക. സ്റ്റഡി മെത്തേഡുകളാണ് ഞാൻ ഇട്ട് തരിക. ഓക്കെ, ഏത് രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് റാങ്ക് നേടാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു തരും. അതിനുള്ള കുറേ ടിപ്സുകൾ ഞാൻ പറഞ്ഞു തരും. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഓഗസ്റ്റ് 10 നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്താലും ഓഗസ്റ്റിൽ നിങ്ങൾ വേറെ ഫീസൊന്നും അടക്കണ്ട. പിന്നെ സെപ്റ്റംബറിലെ നമുക്ക് അടുത്ത ഫീസ് വരുള്ളൂ. അപ്പോൾ ബാച്ചിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വാട്സപ്പ് ബാച്ച് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ പോയിട്ട് വാട്സപ്പ് ബാച്ച് എന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് എന്തായാലും റാങ്ക് നേടാൻ സാധിക്കും. നമ്മൾ ഓരോ ഒറ്റ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബാച്ചല്ല. ഒരു എക്സാമിന് ഫോക്കസ് ചെയ്ത് ഒരു 30 ദിവസത്തേക്ക് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് അവർക്ക് കുറേ നോട്ട്സും കുറേ വീഡിയോസ് ഇട്ട് കൊടുക്കലല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് ഒരു ജനറൽ ബാച്ചാണ്. എല്ലാ PSC എക്സാമിനും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാച്ചാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഇനി കമ്പനി ബോർഡ് LGS വരുന്നുണ്ട്. അതുപോലെ തന്നെ VFA വരുന്നുണ്ട്. ഈ എക്സാമുകളൊക്കെ അടുക്കുമ്പോൾ നമ്മൾ ആ എക്സാമുകൾക്കുള്ള റിവിഷൻ ക്ലാസ്സുകളും റിവിഷൻ എക്സാമുകളും സ്റ്റാർട്ട് ചെയ്യും. അതുവരെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഞാൻ വീഡിയോ ചെയ്തു തരും. അത് നിങ്ങൾ പഠിപ്പിച്ച് വിടും. ഓക്കെ, പഠിപ്പിച്ച് അതിൻ്റെ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യിപ്പിക്കും. നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് എന്നുള്ളത് നിങ്ങളെ തന്നെ കാണിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ഗ്രൂപ്പിലുണ്ടാവും. അത്ര വലിയ ഒരു ആപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല. അത്ര വലിയ കുറേ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയെന്ന് ഇതെല്ലാം പഠിക്ക് എന്നിട്ട് പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുന്ന പറയുന്നൊരു മെത്തേഡല്ല. നിങ്ങൾക്ക് ഏറ്റവും വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിച്ച് തന്ന് നിങ്ങൾ പഠിക്കുന്നുണ്ടോ ടെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ എക്സാമുകൾ ടെസ്റ്റ് ചെയ്ത് നിങ്ങളെ കൊണ്ട് തന്നെ ടെസ്റ്റ് ചെയ്യിപ്പിച്ച് നിങ്ങൾക്കേ അറിയാൻ കഴിയുള്ളൂ നിങ്ങളുടെ മാർക്ക് എത്ര. അപ്പോൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. പിന്നെ ഈ എക്സാമിന് പോകുമ്പോൾ മാക്സിമം ടെൻഷൻ അടിക്കാതിരിക്കുക. ഞാൻ പിന്നെയും പറയുന്നു, സിമ്പിളായിട്ട് പോയിട്ട് എക്സാം എഴുതുക. നിങ്ങൾക്ക് കിട്ടുമോ? എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് അറിയാലോ. എനിക്ക് എന്തായാലും കിട്ടും. ഇതിൽ ആദ്യത്തെ റാങ്കുകളിൽ ഞാൻ എന്തായാലും ഉണ്ടാവും. ആ ഒരു വിശ്വാസം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക. നിങ്ങൾക്ക് പോലും നിങ്ങളോട് വിശ്വാസം അല്ലെങ്കിൽ വേറെ ആര് പറഞ്ഞു തന്നിട്ട് എന്താ കാര്യം? അപ്പോൾ നിങ്ങളെ വിശ്വസിപ്പിക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും നേടും. നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് എത്രയും പെട്ടെന്ന് കാണാം. ഉടനെ തന്നെ അടുത്ത ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.